ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിന്റെ മേൽ വഹിച്ചതിനാൽ ഒരു രോഗത്തിനൊരു വേദനയ്ക്കോ ഒന്നിനും എന്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടിരുന്ന് ദീർഘായുസോടിരുന്ന് കർത്താവിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ജാതികളുടെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എന്റെ പ്രജയം അറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയുന്നത് യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ നമുക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. കർത്താവിന്റെ വലിയ വീര്യപ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആ ശാസ്ത്രം കേൾക്കുന്നുണ്ടോ? ആശാ സിസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? സോറി, ഞാനിവിടെ മൈക്ക് ഇതായി പോയി. ഒരു മിനിറ്റ്. ഓക്കെ, സോറി മ്യൂട്ട് ആയിരിക്കും. ഓക്കെ, ആശ മാത്യു എന്നുള്ള പേരിലാണ് സിസ്റ്റർ. ഓക്കെ ഇവിടെ ഓൾ മ്യൂട്ട് കൊടുത്തേക്കുമായിരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് എന്നെ ഇടയ്ക്കുള്ള ഓർപ്പിച്ചോണം. തുടക്കത്തിൽ ഞാൻ ഒന്ന് പറയുന്നുണ്ട്, അവസാനം ഒന്ന് പറയുന്ന അത് പറഞ്ഞിട്ട് നമുക്ക് ട്രാൻസ്ലേഷൻ തുടങ്ങാവേ. നമുക്ക് ഈ വ്യാഴം വെള്ളി, അതായത് നാളെ ബുധൻ, വ്യാഴവും വെള്ളിയും പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്. നമ്മുടെ ഈസ്റ്റ് ഹാം മീറ്റിങ്ങിന് മുമ്പ് 2 ദിവസം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാനും ദേശത്തിന് വേണ്ടി വ്യക്തിപരമായും ആത്മീയ വർധനവിന്, അതായത് വചനത്തിൽ പറഞ്ഞ പോലെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന എനിക്ക് താൻ ആത്മീയ വർധനവ് വരുത്തുന്നു. 2 രീതിയിലാണ്. ഒന്ന്, മെയിനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ വ്യക്തിപരമായിരിക്കാൻ ആഗ്രഹിച്ചായിരുന്നെങ്കിൽ അപ്പോൾ എൻ്റെ ഉള്ളത്തിൽ തോന്നി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് രാവിലെ ഒരു 10:30 മുതൽ, ഇന്ത്യൻ സമയം 10:30 മുതൽ വൈകിട്ട് നമ്മുടെ സാധാരണ നാളെ ചൊവ്വ മാറിപ്പോയി, വ്യാഴവും വെള്ളിയും മുതൽ നമുക്കങ്ങനെ ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യാനൊരു പ്ലാനുണ്ട്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവാസത്തോടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫാസ്റ്റിങ്ങിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും വരുവാൻ താല്പര്യമുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല, ചെറിയ സ്നാക്സോ ജ്യൂസോ ഒക്കെ ആയിട്ടുകൊണ്ടിരിക്കാം. പ്രാർത്ഥനയോടെ തന്നെ അങ്ങനെ ഇരിക്കാനും താല്പര്യമുള്ളവർ ഇതിന് ശേഷം ഞാൻ ഏറ്റവും അവസാനം ഒന്ന് ഓർപ്പിക്കണം, എല്ലാവരും വന്നു വേണ്ടി ചോദിക്കാൻ വേണ്ടിയാണ്. തുടക്കത്തിൽ പറഞ്ഞില്ല, അത് ചിലപ്പം മറന്നുപോകും. അതുകൊണ്ട് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് ഇന്ത്യൻ സമയം രാവിലെ 10:30 മുതൽ അന്യഭാഷാ പ്രാർത്ഥന സൂമിൽ തന്നെയാണ്. വൈകിട്ട് നമുക്ക് 8 മണി വരെ നമ്മുടെ പ്രെയർ തുടങ്ങുന്ന സമയം വരെ പോകാൻ ആഗ്രഹിക്കുന്നതിന് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക് വേണേൽ ബ്രേക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, എൻ്റെ ആഗ്രഹം അത്രയും സമയം പോകണമെന്നാണ്. എങ്ങനെയാണോ കർത്താവ് നമുക്ക് ബലം തരുന്നത് ആ ബലത്തിനനുസരിച്ച് പോകാം. ഒന്ന്, നമ്മൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. 2, വ്യക്തിപരമായ ഒരു ആത്മീക വളർച്ച. 2 കാര്യമാണ്. നമ്മൾ ദേശത്തിന് വേണ്ടിയും 2, വ്യക്തിപരമായ ആത്മീക വർധനവ്. നിങ്ങൾ ആയിരിക്കുന്ന പട്ടണത്തിൽ അതൊരു അനുഗ്രഹമാവും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന 2 രീതിയിലാണ്. ഒന്ന്, വ്യക്തിപരമായും രാജ്യത്തിനും ദേശത്തിനും എല്ലാവർക്കും ഒരു സാക്ഷ്യമായിട്ട് മാറും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പം എന്നെ ഒന്ന് ഓർപ്പിക്കണത് കഴിയുമ്പോൾ ഇടയ്ക്ക് അവസാന സമയത്ത് വ്യാഴവും വെള്ളി ഫാസ്റ്റിംഗ് ആയിട്ട് തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുവാണ്. അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക, പങ്കുചേരുക. അന്യഭാഷ വരം ആഗ്രഹിക്കുന്നവർക്കും പങ്കുചേരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ, തീർച്ചയായിട്ടും കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഫാസ്റ്റിംഗ് എന്നുള്ള യഥാർത്ഥത്തിൽ ഞാൻ ഫാസ്റ്റിങ്ങിനെ പറ്റി നമ്മൾ ഒരു പ്രാവശ്യം എടുത്തതാണ്. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കർത്താവിൽ സന്നിധിയിൽ വെടിഞ്ഞത് കൊണ്ട് ദൈവം പ്രത്യേകിച്ച് നമ്മളെ മാർക്കിടാൻ പോകുന്നതുമല്ല. അപ്പോൾ ഞാൻ ഇന്ന് ആഹാരം കഴിച്ചില്ല, അതുകൊണ്ട് എനിക്ക് പ്രത്യേക അനുഗ്രഹം എന്നൊരു ആശയമല്ല ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ശരീരം, നമുക്കറിയാം, ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നും, കിടക്കാൻ തോന്നും. നമ്മുടെ ശ്രദ്ധകൾ മാറാൻ സാധ്യതകളുള്ള പല രീതിയാണ്. ഒന്ന്, അതിൽ നിന്ന് എല്ലാത്തിൻ്റെ അകത്തുനിന്ന് മാറിയിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. ഇപ്പം ഞാൻ വല്ല ജ്യൂസ് കുടിക്കുന്നതിന് പ്രശ്നവുമില്ല. ഇനി ചിലർക്ക് സ്നാക്സ് ചെറുതായിട്ട് എന്തെങ്കിലും അതോ അത്ര ഇതാണെങ്കിൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല. ചിലർക്ക് ഫുള്ളായിട്ടിരിക്കുന്നതിനും കുഴപ്പമില്ല. ആഹാരം വെടിഞ്ഞിരിക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ഇരിക്കുവാണെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കുക തന്നെ വേണം. അവിടെ ഓടി നടന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതൊരു പ്രവൃത്തിയായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. ഞാൻ ഉപവസിച്ചത് കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചതുള്ളതല്ല, ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു, അത് മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാകുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. നമുക്കിന്നത്തെ അനുഗ്രഹത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ ഞായറാഴ്ചത്തെ മീറ്റിംഗ് എത്ര പേര് കേട്ടായിരുന്നു? Many people listen to the message of Sunday. സൗണ്ട് ഇല്ലായിരുന്നു ഒടി വന്നപ്പോ. അല്ല, പക്ഷെ യൂട്യൂബിൽ സൗണ്ട് ഉണ്ട്. നമ്മുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ നമ്മുടെ ട്രൂ ലൈറ്റ് ജനറേഷൻ എന്നുള്ളൊരു പേജ് ഉണ്ട്. അതിൽ കറക്റ്റായിട്ട് അതിൽ ലൈവ് പോകുന്നുണ്ടായിരുന്നു. അതിൽ കറക്റ്റായിട്ട് ക്ലിയർ ആയിരുന്നു സൗണ്ട്. എന്തെങ്കിലും അത് വെച്ചാൽ അത് നമുക്ക് വേറെ രീതിയിൽ ഓഡിയോ എടുക്കുമായിരുന്നു അതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ അത് കുറച്ചും കൂടെ ക്ലിയർ ആണ്. അത് കേൾക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ക്രിസ്തുവിൽ നിങ്ങൾ ആരാന്നുള്ള നമുക്കൊരു സ്പിരിച്വലി എന്താ പറഞ്ഞത്, എങ്ങനെയാണ് കൃപാവരം ഉപയോഗിക്കുക എന്നുള്ളത് ലൈവ് ക്ലാസ് അവിടെ ഉണ്ടായിരുന്നു. Translate ചെയ്യട്ടെ. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്തു. How to use a spiritual gift. That is what we were preaching on Sunday. അവിടെ ഇരുന്ന ആളുകളിൽ കുറച്ച് ആൾക്കാർക്കെല്ലാം ആ കൃപാവരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉപയോഗിക്കുവാൻ, ആക്റ്റീവ് ആക്കുവാൻ കർത്താവിൽ ഇടയായി തീർന്നു. Many people who were there were able to activate the spiritual gifts there. നമ്മൾ ഫ്യൂച്ചറിൽ എപ്പോഴേലും നമ്മൾ നാട്ടിൽ ഇതേപോലെ തന്നെ ഒരു ക്യാമ്പ്, കൃപാവര ശുശ്രൂഷകളിൽ ജ്വലിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു ക്യാമ്പ് ഫ്യൂച്ചറിൽ ആഗ്രഹിക്കുന്നുണ്ട്. In future, we are trying to do a camp where we can use or learn how to use the spiritual gifts. അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു നമ്മൾ ഇന്നലെ ചെയ്ത് നോക്കിയത്. This was a demonstration for how we did yesterday. അപ്പം എന്നേലും നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എപ്പോഴേലും നാട്ടിൽ ഇതേപോലെ ഒരു ക്യാമ്പ്, അതായത് പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് വൈകുന്നേരം പോകുന്നതല്ല, സ്റ്റേ ചെയ്തിട്ട് ഒരു ക്യാമ്പ് പോലെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. In the future we will do a camp where we can stay there and we can learn about these things. എങ്ങനെ ക്രിസ്തുവിൽ നമുക്ക് വളരാം, എങ്ങനെ കൃപാവരങ്ങളിൽ ഉപയോഗിക്കപ്പെടാം, എങ്ങനെയാണ് കർത്താവിൽ നമുക്ക് ആ ദർശനങ്ങളിലേക്ക് കയറി വരാൻ കഴിയുന്നതിനുള്ള സ്പെഷ്യൽ അനോയിന്റിങ്ങിന്റെ ക്ലാസ് ആണ്. How to grow in Christ, how to use a spiritual gift, how to grow in how to be growing in the spiritual gifts and use the spiritual gifts. That's what we're going to learn during the camp. ആമേൻ. തീർച്ചയായിട്ടും നമുക്കത് മുന്നോട്ട് ഭാവിയിൽ കർത്താവ് അത് ചെയ്യും. നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ 12 അധ്യായങ്ങൾ നമ്മൾ കവർ ചെയ്തു വന്നു. All these 12 chapters of Corinthians we were talking about. ഇന്ന് നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തെ പറ്റി കേൾക്കാം. Today we will learn about the Corinthians 13. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത്, 13-ാം അധ്യായം. It's a very important chapter, 13th chapter. ഇത്രയും ദിവസം നമ്മൾ കേട്ടു കൃപാവരങ്ങൾ, അന്യഭാഷകൾ, അത്ഭുതങ്ങൾ എല്ലാം പറ്റി കേട്ടു. All this time we heard about spiritual gift, about speaking in tongues. എന്നാൽ ഇവിടെ പൗലോസ് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: ഞാൻ മനുഷ്യരുടെയോ ദൂതന്മാരുടെയോ ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ എത്ര എന്ന് പറഞ്ഞാണ് ആദ്യം തന്നെ തുടങ്ങുന്നത്. He is starting this chapter with a saying that if I speak in tongues of men and angels, but I do not have love, I am only a resounding gong and a clanging cymbal. ഇവിടെ മനുഷ്യരുടെ ദൂതന്മാരുടെയും ഭാഷ എന്ന് പറഞ്ഞത് രണ്ടും അന്യഭാഷ തന്നെയാണ്. Here tongues of men and angels, both of them speaking in tongues. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ പത്രോസും അപ്പോസ്തലന്മാരും എല്ലാ അറേബ്യരുടെയും മേദ്യരുടെയും ഭാഷയിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ അവരുടെ ഭാഷയിൽ ലാംഗ്വേജ് അറിയാത്തവർ ലാംഗ്വേജ് അറിയുന്നവരെ പോലെ സംസാരിച്ചു. In Acts Apostles 2, we'll see that a lot of they talked in other people languages, those who do not know the language, they spoke in the languages that they know. ഇവിടെ അടുത്ത വാക്യത്തിൽ പറ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചു. The tongues of angels. ഞാനത് പണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്ന അന്യഭാഷകൾ ദൂതന്മാരെ ആക്ടിവേറ്റ് ആകുന്ന അന്യഭാഷയുണ്ട്. Speaking of tongues there is a type that can activate the angels. ഞാൻ അതോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു വല്ലാത്തൊരു മാനസികമായിട്ടൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയ ടൈമിൽ There was a time when I was going through a lot of mental trauma. ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ I was speaking in tongues. എൻ്റെ അന്യഭാഷയുടെ ഒരു ട്യൂണിന് വ്യത്യാസം വന്നു. There was a change in the tone of the tongues. അന്ന് ഞാനിരുന്ന ഹോളിലേക്ക് വല്ലാത്തൊരു എന്താ പറയുക, എൻ്റെ റൂഫിന്റെ അത്രയും വലിപ്പമുള്ളൊരു മനുഷ്യൻ കയറി വരുവാൻ ഇടയായി തീർന്നു. And then there was a man that appeared as a very tall man up to a roof. അതായത് ഭയങ്കര അജാനബാഹുവായ ഒരു മനുഷ്യൻ. He was a giant. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ, അപ്പൊ എനിക്ക് മനസ്സിലായി അന്യഭാഷ ദൂതന്മാരെ കണക്ട് ചെയ്യുന്ന അന്യഭാഷയുണ്ട്.
So I understood this tongues. There is tongues that can connect to the angels too. പൗലോസ്ലീഹ പറയുകയാണ് മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും Apostle Paul says that speaking in tongues of men or angels. നിനക്ക് സ്നേഹമില്ല എങ്കിൽ നിങ്ങൾക്ക് If you do not have love, നോക്കുക, ഇവിടെ ഏറ്റവും പ്രധാന വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും വലിയ കീ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. the very important key is this love. ഞാൻ ഇന്നാൾ പറഞ്ഞു, കൊരിന്ത്യ സഭയുടെ ഏറ്റവും വലിയ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ മ്ലേച്ഛത, ഏറ്റവും പാപത്തിൽ ജീവിച്ച ജനങ്ങളാണ് അവര്. This Corinthian Sabbath is so bad and they are living in a lot of sin. അവിടെയുള്ള സഹോദരിമാരെ, അവിടെയുള്ളൊരു എന്താ പറയുന്ന ഒരു ക്ഷേത്രത്തിൽ ശരീരത്തെ വിൽക്കുന്ന രീതിയിൽ ഒരു സമ്പ്രദായം വരെ അവിടെ ഉണ്ടായിരുന്നു. In the temple, they were selling bodies of the ladies. അവരുടെ ഭർത്താക്കന്മാർ അത് അനുവദിക്കുന്ന ഒരു സമയമായിരുന്നു അത്. The husbands were allowing it to the prostitute. അപ്പൊ ചരിത്രം അത്രത്തോളം പാപത്തിൽ നിറഞ്ഞൊരു സ്ഥലമായിട്ടാണ് കൊരിന്ത്യ സഭയെ ചരിത്രം പറയുന്നത്. The history says that the Corinthian Sabbath was very, very bad. എന്നാൽ കർത്താവ് അവരെ പാപത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് അവരെ കൊണ്ടുവന്നു. From that a sinful life they brought into the Christ. അവർക്ക് ദൈവത്തിന്റെ കൃപയും കൃപാവരങ്ങളാൽ ദൈവം നിറച്ചു. They filled them with the spiritual gifts. എന്നാൽ ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും അവർ അകത്ത് ജഡ സ്വഭാവങ്ങൾ പൊങ്ങി വന്നു. Even after coming to Christ, the body was still doing the same things. നിങ്ങളുടെ ഇടയിൽ ഇടർച്ചയുണ്ടെന്നും കലഹങ്ങളുണ്ടെന്നും പൗലോസ്ലീഹ അഡ്രസ് ചെയ്യുന്നുണ്ട്. In Apostle Paul says, in between you are quarreling and you are fighting each other. Apostle Paul says. ഞാൻ എപ്പോഴും പറയുന്നത്, ക്രിസ്തുവിലായാൽ നമ്മുടെ അകത്തൊരു സ്നേഹം ഉണ്ടാകുന്നുണ്ടോ? If you are in Christ, there should be love. പൗലോസ്ലീഹ പറയുകയാണെങ്കിൽ പ്രവചനം ഉണ്ടായിട്ടും മലകളെ മാറ്റുവാനുള്ള വിശ്വാസം ഉണ്ടായിട്ടും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. If I have a gift of prophecy and I have knowledge and I have faith to move mountains, if I don't have love, I do not have anything. അടുത്ത വാക്യം, എനിക്ക് എല്ലാം ഉണ്ടായിട്ട് ഞാൻ അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും, നോക്കിക്കേ, സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. If I possess all the, if I give everything to the poor, and if I burn my body, if I don't have love, I have nothing. എന്താണ് ദൈവത്തിന്റെ സ്നേഹം? What is love? ഇവിടെ പറയുന്ന സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, Love is very patient. ദയ കാണിക്കുന്നു, Love is kind. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. Love doesn't envy. നോക്കിക്കേ, അപ്പൊ ഇവിടെ നോക്കിയേ, സ്നേഹം നിഗളിക്കുന്നില്ല. നോക്കിയേ, Love does not boast. ചീർക്കുന്നില്ല, It is not proud. അയോഗ്യമായി നടക്കുന്നില്ല, It does not dishonor others. സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, It is not self-seeking. ദേഷ്യപ്പെടുന്നില്ല, It ദോഷ്യപ്പെടുന്നില്ല, doesn't anger. ദോഷം കണക്കിടുന്നില്ല. It doesn't keep the record of wrongs. 7-ാം വാക്യത്തിൽ പറയുന്നു, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. It delights in it does not delight in evil, but rejoices in the truth. എല്ലാം പൊറുക്കുന്നു, It always protects. എല്ലാം വിശ്വസിക്കുന്നു, It always trusts. എല്ലാം പ്രത്യാശിക്കുന്നു, It always hopes. എല്ലാം സഹിക്കുന്നു. It will always preserves. അടുത്ത വാക്യം പറഞ്ഞു, സ്നേഹം ഒരു നാളും ഉതിർക്കുന്നില്ല. Because love never fails. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, പ്രവചനമോ നീങ്ങിപ്പോകും, Prophecies can cease. ഭാഷാപരമോ നീങ്ങിപ്പോകും, Tongues can be stilled. ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. Knowledge can pass away. അടുത്ത വാക്യം പറയുന്നത്, അംശമായി നാം മാത്രം അറിയുന്നു, We only know by part. അംശമായി നാം പ്രവചിക്കുന്നു, Prophesy in part. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകുന്നു. When the completeness comes, part disappears. അപ്പൊ ഇത്രയും നിങ്ങൾ നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റും, അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. Here the Apostle Paul says you can have all these things, but if there is no നമുക്കറിയാം, love, you don't have യേശു anything. ക്രിസ്തു നമ്മെ സ്നേഹിച്ചത്. Jesus loved us. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണേ. When you pray, this is always should be in your mind. കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി മരിക്കുമ്പോൾ നിങ്ങൾ നല്ലവരായിരുന്നില്ല, നിങ്ങൾ ദൈവത്തിൽ നന്മ ചെയ്യുന്നവരായിരുന്നില്ല. ബൈബിൾ പറയുന്നു, നിങ്ങൾ പാപികളും ശത്രുക്കളുമായിരുന്നു. When God chose you, you were not good people. You were not very nice people, but you were a sinful man. ബൈബിൾ പറയുന്ന ഒരു വാക്യമുണ്ട്, ഗുണവാന് വേണ്ടി ആരെങ്കിലും മരിക്കും, അല്ലേ എന്നാ പറയുന്നത്, ഗുണവാന് വേണ്ടി. Bible says that you might die for a good person. നമ്മൾ നല്ലവർക്ക് വേണ്ടിയും ഗുണമുള്ളവർക്ക് വേണ്ടി എല്ലാവരും മരിക്കും, അല്ലേ?
if he's a good person, if it's a good nice person, we might die for them. എന്നാൽ കർത്താവിന്റെ വചനം പറഞ്ഞ് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ പുത്രന്റെ മരണത്താൽ നമ്മോട് നിരപ്പിച്ചു. Yeah, even if they're enmity, God, Jesus said that we say that one more നിരപ്പിച്ചു, time, Pastor. കോംപ്രമൈസ് ചെയ്തു. Became a reconciliation for Okay. with Son. അപ്പൊ നോക്കിക്കേ, അപ്പൊ നിങ്ങളുടെ അകത്ത്, അപ്പൊ കർത്താവിലേക്ക് വരുമ്പം നമ്മുടെ അകത്ത് നമുക്ക് വളരണമെങ്കിൽ When you come to Christ and when you want to grow, ക്രിസ്തു ചെയ്തതുപോലെ നാമും ചെയ്യണം. what Christ has done, we have to do the same thing. ഞാൻ പലപ്പോഴും വിശ്വാസത്തിൽ വന്നിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിരിക്കുന്നത്, When people come to become a believers, പണ്ട് എന്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം ഞാൻ പറയാം. I will tell you what happened to me. പണ്ടൊരു അമ്മച്ചി നമ്മുടെ പ്രാർത്ഥനയിൽ പണ്ട് വരുമായിരുന്നു. Amachi used to come to our prayer. അമ്മച്ചിയുടെ കാലിൽ എന്തോ പ്രോബ്ലം ഉള്ളതാ വർഷങ്ങളായിട്ട്. There was a problem in the leg for a long time. നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഞൊണ്ട് പോലത്തെ ഒരു അസുഖം ഉണ്ടായിരുന്നു, She had മുടന്തുണ്ടായിരുന്നു. trouble walking and she was having a limping. ചെറിയ മുടന്തായിരുന്നു, പക്ഷെ വേദന ഉണ്ടായിരുന്നു. But she had a pain in there. എന്നാൽ കൂട്ടായ്മയിൽ വന്ന സമയത്ത് പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കിയവരെ, യേശു സൗഖ്യമാക്കി. Jesus healed her when she came to അമ്മച്ചി സാക്ഷിയൊക്കെ പറഞ്ഞായിരുന്നു. She gave testimony and everything. എന്നാൽ കുറെ കാലം കഴിഞ്ഞാൽ അമ്മച്ചിയെ കാണുന്നില്ല. After some time, I couldn't see her. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ വേറൊരാളുടെ തിരക്കി, എന്തി അമ്മച്ചിയെ കണ്ടില്ലല്ലോ എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളായിരുന്നു. Usually she comes in the start itself, so I asked her, what happened to Amachi? അപ്പൊ അമ്മച്ചി വേറൊരാളോട് പറഞ്ഞു കൊടുത്തു, എനിക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എന്റെ സഭയിലെ ദൈവദാസൻ ഞങ്ങളെ വിടത്തില്ല. Want to come to prayer, but the pastor in our church doesn't allow to come. അപ്പൊ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രാർത്ഥനയ്ക്ക് അവിടെ പോയാൽ ഞങ്ങൾ ശവാടക്ക് അല്ലെങ്കിൽ കുഴിച്ചിടത്തില്ല എന്ന് പറഞ്ഞു, ഫ്യൂണറൽ സർവീസ് ചെയ്തില്ലെന്ന് പറഞ്ഞു. So she said that if you go to prayer with Nigel brother, then we will not give a funeral service to you when you die. എനിക്ക് ആദ്യം വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നി. I was very sad and also angry at the beginning. ദേഷ്യം എനിക്ക് തോന്നിയില്ല, സങ്കടം തോന്നി. I was sad. കാരണം വെച്ചാൽ നമുക്ക് ഒരാൾക്കൊരു ദൈവത്തിന്, നമ്മൾ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ദൈവസ്നേഹത്തിൽ കാണുന്നവരാണ്. നിങ്ങൾ when you are in Christ, we always see everything in love. കാര്യം അമ്മച്ചിക്ക് ഒരു വലിയൊരു സൗഖ്യം ലഭിച്ചപ്പം A big healing happened to that Amachi. കർത്താവ് കൂടുതൽ അമ്മച്ചിയെ സാക്ഷ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. She should become a testimony for others. എന്നാൽ ആ ഒരു വിലക്ക്, but the pastor said not to go. അപ്പൊ രണ്ടുപേരും വിശ്വാസികളാണ്, both are believers. അപ്പൊ അവരുടെ ഇടയിൽ തന്നെ ഒരു കലഹം ഉണ്ടാകുകയാണ്. Inside itself there is a strife. എന്റെ പ്രിയരെ, നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം, ക്രിസ്തുവിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സഭയിൽ പോകുന്നവരാണെങ്കിലും എപ്പോഴും ഓർത്തോണം, നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നവരാണ്. You have to always understand that when you are in Christ, you should always love each other. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ ഒരിക്കലും ഒരു സഭയെ കുറ്റം പറഞ്ഞിട്ട് മറ്റൊന്ന് പറയാൻ നിങ്ങൾ തുനിയരുത്. You should never talk gossip about other churches. ഞാൻ ഒരിക്കലും ഒരു സഭയെയോ ഒരു ദൈവദാസനെ ഒരിക്കലും കമ്പയർ ചെയ്ത് അതിന്റെ പേരെടുത്ത് ഒരിക്കലും എന്ത് ചെയ്യാറില്ല, പറയാറില്ല. I will never compare or say low about others. എന്നാൽ ദുരുപദേശങ്ങൾ വ്യക്തിയെ അല്ല, ഉപദേശം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അങ്ങനെ പോകരുത്, ചെയ്യരുതെന്ന്. But I always talk about the preaching, that whatever they're teaching, I used to say കാരണം about that. ദുരുപദേശം നിങ്ങളുടെ അകത്ത് കയറിയാൽ അത് നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും തകർക്കും. If your wrong teaching comes in your life, your entire life will be gone. പൗലോസ്ലീഹ പറയാണ്, നമ്മൾ അന്യഭാഷയിൽ സംസാരിച്ചാലും പ്രവചിച്ചാലും നമുക്ക് സ്നേഹമില്ലെങ്കിൽ, നമുക്ക് മറ്റോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, but if you have prophesy, you have faith, but if you cannot love, ബൈബിൾ പറയുന്നു, മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രയെന്ന വചനം പറയുന്നത്. it will be like a resounding gong and a clanking cymbal. നിങ്ങളെ തന്നെ പറയൂ, കർത്താവേ, ഞാൻ ആരോടെങ്കിലും ഇപ്പോഴും കയ്പും ദേഷ്യവും എന്റെ മനസ്സിലുണ്ടോ? You ask yourself, do you have any bitterness or anger towards anybody? ശ്രദ്ധിച്ച്, ഇത് നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാണ്. This will be a block for our growth in spirituality. കാരണം അതെന്താണ് നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാണെന്ന് പറയാൻ കാരണം, why it is a block? ഇവിടെ ഏറ്റവും ഒടുത്ത വാക്യത്തിൽ 13-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 തരത്തിൽക്കും ഇവയിൽ വലുതോ സ്നേഹം അത്രേ. Now these 3 remain, faith, hope and love, but the greatest is love. അതിനെ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു. When I was a child, I talked like child. ഞാൻ ശിശുവിനെ പോലെ ചിന്തിച്ചു. I thought like a child. ശിശുവിനെ പോലെ നിരൂപിച്ചു. I reasoned like a child. പുരുഷനായ ശേഷമോ
When I became a man, ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. I put the ways of childhood അപ്പൊ from me. ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചോണം, When you ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് കയ്പുണ്ടെന്നിരിക്കട്ടെ, If you have a bitterness towards a person, ഭയങ്കരമായ ദേഷ്യം ഉണ്ടെന്നിരിക്കട്ടെ, you are very angry at that പക്ഷെ person. നിങ്ങൾ അന്യഭാഷ പറയുന്നുണ്ട്, പ്രവചിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, But you are speaking in tongues, you are prophesying. പക്ഷെ ബൈബിൾ പറയുന്നു അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാലും പ്രവചിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. But if you speak in tongues or prophesy, if you do not have love, there is nothing. ഈ സ്നേഹവും വളർച്ചയുമായിട്ട് എന്താണ് ബന്ധം? So what is the connection between the love ഇവിടെ and നി- the growing? ഗ്രോയിങ്. അടുത്ത വാക്യത്തിൽ പറഞ്ഞ ആകയാൽ വിശ്വാസവും പ്രത്യാശ സ്നേഹം ഇത് മൂന്നും നിലനിൽക്കുന്നതാണ്. So faith, hope and love, these three remain. നോക്കുക, ഇവിടെ നമുക്ക് സ്നേഹം ഉണ്ടെങ്കിലേ വിശ്വാസമുള്ളൂ. But if you have only love, you can have faith. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രത്യാശ ഉണ്ടാകത്തുള്ളൂ. If you have only faith, you can have hope. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞായിരുന്നു, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, അത് ഭാര്യയോ ഭർത്താവോ മക്കളോ അല്ലെങ്കിൽ സഹോദരനോ കൂട്ടുകാരനോ ആരും ആയിക്കോട്ടെ, So for example, if you know if a person that is so close to you, like a husband or a wife or anybody, ഒരു പാതിരാത്രിക്ക് നിങ്ങളെ വിളിച്ചുകൊണ്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞ് നമ്മൾ ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെടും അല്ലേ? so that if that person calls in the midnight and say let's go for one place, and you will go with them. രണ്ട് കാര്യമാണ് എന്റെ കാരണം. ഒന്ന്, ആ വ്യക്തി എനിക്ക് ദോഷം ചെയ്യത്തില്ല എന്ന സ്നേഹത്തിലുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. There are two things. One, that is because of we know that the person loves you, so they won't do any harm to you. നോക്കിക്കേ, പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നന്മയ്ക്കാന്നുള്ള വിശ്വാസമാണ് പ്രത്യാശ. Hope means it is that when we go, there is a hope that he will not do anything bad to me. എന്നാൽ എനിക്ക് ആ വ്യക്തിയോട് ഏതെങ്കിലും രീതിയിലൊരു സംശയം ഉണ്ടായി, ഈ വ്യക്തി എന്നെ കുടുക്കിൽ കൊണ്ടുപോയി ചാടിക്കുമെന്നൊരു സംശയം വന്നാൽ, If you have any doubt that he is going to take me to some kind of നിങ്ങൾക്ക് problem, യാത്ര ചെയ്യുവാൻ കഴിയത്തില്ല വ്യക്തിയോടൊപ്പം. then you cannot go with that person. നിങ്ങൾക്ക് ആ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യുവാൻ കഴിയത്തില്ല. You cannot trust that person. ട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഹോപ്പിലോട്ട് പോകാൻ കഴിയത്തില്ല. If you don't have trust, you cannot have hope. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ അകത്തൊരു കയ്പുണ്ടാകുമ്പോൾ അവിടെ സ്നേഹത്തിന്റെ അകത്ത് ബ്രേക്ക് ഉണ്ടാകുവാണ്. If you have a bitterness, then there is a block in the love. ബൈബിൾ പറഞ്ഞ ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നാമും എന്ത് ചെയ്യണം? സ്നേഹത്തിൽ വസിക്കാനാണ് പറയുന്നത്. Like how Christ loved us, we also have to love. അപ്പൊ നമ്മൾ കർത്താവിൽ നമ്മുടെ ഉള്ളത്തിൽ ആരോടും, അതാണ് ഇത്രയും ഈ 12 അധ്യായം വരെ അപ്പോസ്തലനായ പൗലോസ് കൃപാവരങ്ങളെയും അത്ഭുതങ്ങളെയും പറ്റി പറഞ്ഞു വന്നിട്ട് 13 പറയുന്നു. All these 12 chapters, Apostle Paul was talking about spiritual gifts and knowledge and everything. ഇവിടെ പറയുന്നു, ഏറ്റവും ഒടുവിൽ പറയുന്നു, നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടായാലും നിങ്ങൾക്ക് സ്നേഹമില്ല എങ്കിൽ. At last he is saying that if you all everything but there is no love. 4-ാം വാക്യത്തിൽ പറഞ്ഞ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നതാണ്. കണ്ടോ? Love is very patient. അപ്പൊ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായിരിക്കണം നമ്മള്. We should be always patient with others. ചിലപ്പോ അവരുടെ തെറ്റായിരിക്കാം, അവരുടെ കുറ്റം കൊണ്ടായിരിക്കാം. It is they did the mistake. നിങ്ങൾക്ക് ചിലപ്പം വിട്ടുകൊടുക്കാൻ മനസ്സില്ലായിരിക്കാം. I just don't want to let it go. പക്ഷെ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ വളരും. But if you forgive, you will grow. എന്റെ കൂടെ പറഞ്ഞാൽ ക്ഷമിക്കുമ്പോൾ ഞാൻ വളരുവാന്ന് പറ. If I forgive, I will grow. അപ്പൊ ക്ഷമിക്കുമ്പോൾ നമ്മൾ വളരുകയാണ് ചെയ്യുന്നത്. If you forgive, you will grow. കാര്യം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് പറഞ്ഞു, when you love God, ഞാൻ കർത്താവിലുള്ള വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ക്ഷമിച്ചേ പറ്റത്തുള്ളൂ. if I am in Christ, I have to forgive. 2, ദയ കാണിക്കുകയും ചെയ്യുന്നു. If I show kindness. അപ്പൊ ദൈവത്തിന്റെ സ്നേഹമുള്ള നമ്മുടെ അകത്ത് ദയ ഉണ്ടാവും. When I am loving, I will be having kind. അപ്പൊ ഒരു വ്യക്തിക്ക് ഒരു വീഴ്ച ഉണ്ടായാൽ അവനെ കുറ്റം പറയാതെ അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളൊരു മനോഭാവം ഉണ്ടാകുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് സ്നേഹത്തിന്റെ ദയയുണ്ട്. If a person falls and if you don't talk about that person, then that means you have kindness towards that person. അടുത്ത വാക്യത്തിൽ പറഞ്ഞ സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. It does not envy. നോക്കി, അടുത്തത് സ്നേഹം നിഗളിക്കുന്നില്ല. It does not boast. സ്നേഹം ചീർക്കുന്നില്ല. It does not proud. അയോഗ്യമായി നടക്കുന്നില്ല. കണ്ടോ? It does not dishonor others. അപ്പൊ കർത്താവിൽ എനിക്ക് ആ സ്നേഹം ഉള്ളത് കൊണ്ടാണ് പലരും പറയാറുണ്ട്, എന്തുകൊണ്ടാണ് ക്രിസ്തുവിൽ വന്നവര് പാപം ചെയ്യാത്തത്? So a lot of people come to say that when they come to Christ, why don't they sin? ദൈവത്തിന്റെ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് തെറ്റുപറ്റിപ്പോയി.
If they are saying that, oh, God is going to beat me up or give me trouble, then I will not sin. That is wrong. പകരം നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹമുള്ളത് കൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല. So if I am loving Christ, I will not sin. ഞാൻ കർത്താവിൽ സ്നേഹിക്കുന്നു. I am loving Christ. I am in love with Christ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഭാര്യനെയോ ഭർത്താവിനെയോ നിങ്ങൾക്ക് പറ്റിക്കാം, അല്ലെ, വഞ്ചിക്കാം. You can cheat your husband or a wife. നിങ്ങളുടെ മക്കളെ വേണേ ചീറ്റ് ചെയ്യാം. You can cheat your children. ആരും അറിയാതെ ചെയ്യാം ഇതെല്ലാം. You can do a lot of things without knowing others. എന്താ ചെയ്യാത്തത്? സ്നേഹമുള്ളത് കൊണ്ട്. But why are you not doing? Because you love. ഇതുപോലെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്ക് കൊരിന്ത്യ സഭയ്ക്ക് സംഭവിച്ചത് ഇവര് വന്ന വഴി പലപ്പോഴും മറന്നുപോയി. For Corinthian church is like they forgot how they came. ഇവർക്ക് കൃപാവരങ്ങളും അത്ഭുതങ്ങളും എല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോ they had spiritual knowledge and spiritual gifts and everything. ഒന്നാമത് ഇവർക്ക് നിഗളങ്ങൾ ഉണ്ടായി. നോക്കിയ നിഗളിക്കുന്നു. They became very proud. നോക്കി അവർക്ക് വലിയൊരു പ്രൗഡ് ഉണ്ടായി. ഞാൻ പൗലോസിനേക്കാൾ വലിയ ആളായി. They said they were proud. I am bigger than apostle. ഞാൻ എല്ലാവരെക്കാൾ വലിയ ആളായി. I am more than others. എന്നൊരു കാര്യം പറയാം, ക്രിസ്തുവിലാണെന്ന് നിങ്ങൾക്ക് ഒരു ബോധ്യം, ഒരുപോലെ ക്രിസ്തുവിൽ വളരുന്നു എന്ന് അറിയണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ആ വ്യക്തി താഴ്മ ഒരു സ്വഭാവമായിരിക്കും, ആക്റ്റീവ് അല്ല, അദ്ദേഹത്തിന്റെ സ്വഭാവം താഴ്മയായിരിക്കും. So if you know that person is in Christ, you will know that because they will not be proud at all. എത്ര വളർന്നാലും പുള്ളിക്ക് പുകഴുവാൻ ഒന്നുമില്ല. Even they grow their lot, there is nothing to proud for them. They'll be humble. അത് വളരുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് അദ്ദേഹം എപ്പോഴും ദൈവത്തിന്റെ മഹത്വം കൊടുത്തുകൊണ്ടിരിക്കും. The one sign that you can see is that whenever they grow, they will be giving thanks to God always. കർത്താവാണ് ചെയ്യുന്നുള്ള ബോധ്യം ഓരോ ദിവസവും വളർന്നുകൊണ്ടേയിരിക്കും. They will always know that God is the one doing this. അപ്പൊ നോക്കിക്കേ, അപ്പം നമ്മൾ മറ്റുള്ള വ്യക്തിയോട് ക്ഷമിക്കുന്നവരാകണം. അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ച തടസ്സപ്പെടും. If you have to forgive, otherwise you cannot grow. നിങ്ങളകത്ത് കയ്പുണ്ടെങ്കിൽ അവിടെ സ്നേഹബന്ധത്തിൽ ഒരു ബ്രേക്ക് ഉണ്ടാവും. If you have bitterness, there is a problem with the love life. ദൈവത്തിന് നിന്നുള്ള സ്നേഹം കുറയത്തില്ല. The love of God never goes. നിങ്ങളുടെ അകത്ത് കയ്പുണ്ടാകുമ്പോൾ നമ്മുടെ മാനസിക നിലയിലെല്ലാം വ്യത്യാസം വരും. If you have bitterness little bit, you have a problem everywhere. ഞാൻ എന്റെ ഉള്ളത്തിൽ എനിക്ക് വല്ലാതെ ഉപദ്രവം ചെയ്തൊരു മനുഷ്യനുണ്ടായിരുന്നു. There was a person who actually troubled me a lot. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് when I was working. അപ്പൊ എനിക്ക് എന്നെ മനഃപൂർവ്വം അദ്ദേഹം ടാർഗറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ വിഷമിപ്പിക്കാവോ അങ്ങനെയൊക്കെ അദ്ദേഹം വിഷമിപ്പിച്ചു. In my workplace, he usually targeted me and he troubled me a lot. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും ഒക്കെ അദ്ദേഹത്തോട് തോന്നി. I was very sad and angry too. അപ്പം എന്റെ അകത്ത് വല്ലാത്തൊരു എന്താ പറയുന്നത്, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണമെന്നൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു. I was like, I need to get this man out of here. ബൈബിൾ പറഞ്ഞ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിക്കാൻ തുടങ്ങി. The Bible was saying that when I was a child, I talked like a child. ഞാൻ ശിശുവിനെ പോലെ ചിന്തിക്കാൻ തുടങ്ങി. I was thinking like a child. ശിശുവിനെ പോലെ നിരൂപിക്കാൻ തുടങ്ങി. I reasoned like a child. പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ So when I started to pray, ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. I put away the childness behind me. പെട്ടെന്ന് ഞാൻ കർത്താവ് എന്താണ് ഇതിന്റെ കാരണം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ എന്റെ മനസ്സിൽ പറഞ്ഞ ആ വ്യക്തിയല്ല, വ്യക്തിക്കകത്ത് ദുരാത്മാവാണ്. That is not the man, it was inside the evil works inside him is the problem. അപ്പൊ ഒരു ദിവസം ഇദ്ദേഹം വണ്ടി ഇല്ലാതെ, അതായത് ഇദ്ദേഹത്തിന്റെ പോകാൻ വാഹനമില്ലാതെ നിൽക്കുക. One day he was without a car and he was standing there. ഞാൻ ഇങ്ങനെ ജോലി കഴിഞ്ഞ് ഇറങ്ങി വരുവാണ് കാറിന്റെ അടുത്തോട്ട്. I was getting out and coming to the parking lot. അപ്പൊ ഇദ്ദേഹം പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്നെയും കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് ചോദിച്ചു. He asked me, can you drop me please? എനിക്ക് പറഞ്ഞാൽ ശരിക്കും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമായിരുന്നത്. That was one of the time that I got. കാരണം ഇദ്ദേഹം എന്നെ ഉപദ്രവിക്കുന്നത് ചിലർക്ക് അറിയാം അവിടെ. Some people know that how he was against me. അപ്പൊ എല്ലാവരുടെ മുമ്പ് വെച്ച് എന്റെ മനസ്സ് പറഞ്ഞു നോ പറ, എല്ലാരും കേൾക്കാൻ നോ പറയാൻ പറഞ്ഞു. In my mind, my mind was saying that just say no. എന്റെ മനസ്സ് പറഞ്ഞു ദൈവം തരുന്ന അവസരമാന്ന് പറഞ്ഞു. Another something else said that it was an opportunity that God gave. പക്ഷെ എന്റെ ഉള്ളത്തിൽ പെട്ടെന്ന് കർത്താവ് പറഞ്ഞില്ല, അവനെ കൂടെ കൂട്ടുക. Jesus told me take him with you to the car. എന്റെ ബുദ്ധി പറഞ്ഞു ദൈവം തരുന്ന അവസരമാണ് അവനെ പക വീട്ടാൻ. My wisdom said this is a one opportunity to tell him no. ഞാൻ അവിടെ സംസാരിച്ചു, എന്നെ ഇവിടെ യാത്ര ചെയ്തു, ഞാൻ അവനെ ഡ്രോപ്പ് ചെയ്തു. We were traveling together, we talked and I dropped him. പിന്നെയും എനിക്ക് അവൻ ഉപദ്രവം ചെയ്തു.
So again, he started to be against me. പക്ഷെ ഈ ഒരു കാര്യം മനസ്സിലായി, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ തോൽപ്പിച്ചോളും. I know that whoever is against me, God will defeat them. ഞാൻ അവനോട് ക്ഷമിക്കുകയാണ്, I am forgiven him. കാരണം ദൈവം നോക്കിക്കോളും. കണ്ടോ, God will take care of it. അപ്പൊ ഇതാണ് സ്നേഹത്തിൽ നാം യഥാസ്ഥാനപ്പെടുക. This is called as to be in love. എനിക്ക് ദേഷ്യം വന്നില്ലേ, I got angry, right? എനിക്ക് അദ്ദേഹത്തോട് പകരം വിട്ടാൻ അവസരം കിട്ടിയില്ലേ, I want to take a revenge upon him. എന്റെ ബുദ്ധി പറഞ്ഞില്ലേ ദൈവം തരുന്നാന്ന് പറഞ്ഞില്ലേ, My mind said this is an opportunity അപ്പൊ God ഞാൻ gave. അതിനോട് പ്രതികരിച്ചിരുന്നെങ്കിൽ, ഞാൻ എല്ലാരും കേൾക്കാൻ നോ പറഞ്ഞിരുന്നെങ്കിൽ, When everybody can hear and I will say no, ചിലപ്പോ നാളെ ആ വ്യക്തിക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ആ വ്യക്തി പറയും ഇതൊക്കെ എന്നാ വിശ്വാസിയാന്ന് ചോദിക്കും. if tomorrow I have an opportunity to pray for him, he will say, what kind of faith are you talking about? കണ്ടോ, ഞാൻ നിമിത്തോടെ ദൈവനാമം ദുഷിക്കപ്പെടും. Because of me, God's name will be not glorified. അപ്പൊ നിങ്ങൾ എപ്പോഴും എല്ലാവരോടും സ്നേഹമുള്ളവരാകണം. You should always in love with others. അപ്പൊ എന്താണ് ഈ സ്നേഹം എന്ന് ഞാൻ പറഞ്ഞു തരാം. എന്തിനാണ് നമ്മൾ സ്നേഹിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. I'll tell you why to love. ഇന്ന് നിങ്ങളെ ഉപദ്രവിക്കുന്ന വ്യക്തി നാളെ നിങ്ങളിലൂടെ യേശുവിനെ അറിയും. Today, the person who is against you, they will know God through you. അതെങ്ങനെ ബ്രദറിന് കറക്റ്റ് ആയിട്ട് അറിയാം? How do you know it through brother? കാര്യം ഒരു കാരണമില്ലാതെ ഒരു വ്യക്തി നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, Without anything, why if the person is targeting you? പിശാചിന് മനസ്സിലായി നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ യേശുവിൽ വരാൻ പോവാ. Satan knows that there is a connection between this അപ്പൊ person and this അവിടെ person. ഒരു പിണക്കമുണ്ടായാൽ, And then if there is a strife against അവിടെ ഒരു them, അകൽച്ച ഉണ്ടായാൽ, if there is a problem between പിന്നെ them, ഒരിക്കലും ഇവർ തമ്മിൽ ക്ഷമിക്കത്തില്ല. then they will never come together and forgive. ഇത് തന്നെയാണ് സഭകളിലും ദൈവദാസന്മാരിലും നടന്നുകൊണ്ടിരിക്കുന്നത്. This is the same thing that happened in churches and between the pastors, ഞാൻ ഉൾപ്പെടെ പറയുവാണേ, including me, right? കർത്താവിൽ നമ്മൾ എല്ലാവരെയും ക്ഷമിക്കുന്നവരാകണം. We all should be forgiving each other. നമുക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ആ വ്യക്തി നിങ്ങളിലൂടെ രക്ഷിക്കപ്പെടാൻ പോവാ. If you are angry with somebody, just think about this. They are going to come through Christ through you. അത് ഉറപ്പായ കാര്യമാണ്. That is a very confirmed thing. ഇതാണ് പൗലോസ് പറഞ്ഞ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. This is what love is, patient, we are saying. അത് ഭർത്താവായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അയൽവക്കമായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, ശത്രുവായിക്കോട്ടെ, നിങ്ങൾ ക്ലെയിം ചെയ്യണം, ഇന്നെന്നെ എതിർക്കുന്ന വ്യക്തി എന്റെ കൂടെ ആരാധനയ്ക്ക് വരും. It doesn't matter who it is. It can be husband, wife, neighbor, employee, whoever it is. Whoever is against me, one day they will come to Christ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം കേൾക്കാൻ ഇടയായി തീർന്നു. ആ സഹോദരിക്ക് എന്നെ കാണുമ്പോൾ എപ്പോഴും സങ്കടത്തോടെ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, എന്റെ ഭർത്താവ് ഭയങ്കര പ്രാർത്ഥനയ്ക്ക് എതിരാണ്. I always hear a sister saying this, my husband is always against me praying. എപ്പോഴും പ്രാർത്ഥനയ്ക്ക് എതിരെ, ഞങ്ങൾ ഉപദ്രവിക്കാനും ഒക്കെ വരുമെന്ന് പറഞ്ഞു. He is trying to beat me up. ആ ഭർത്താവിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് മറ്റു രാജ്യത്ത് പോയി ജോലി ചെയ്യാൻ പോലും അദ്ദേഹം ആഗ്രഹിച്ച സഹോദരി. But she wanted to get out of this husband. That's why she went to another place and she started working. അദ്ദേഹത്തിന് ഇഷ്ടമല്ല യേശുവിനെ. He doesn't like God. അദ്ദേഹത്തിന് പ്രാർത്ഥന ഇഷ്ടമല്ല, വെറുപ്പാണ്. He hates prayer. എന്നോട് ചോദിച്ചു, ബ്രദറെ എങ്ങനെ എന്റെ കുടുംബം നന്നാവും? She was asking, Pastor, how my family will be better? ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇന്ന് എതിർക്കുന്ന വ്യക്തി നിങ്ങളുടെ ഒപ്പം ആരാധിക്കും. If the person hates you today, he will be praying with you. ഇന്ന് നിങ്ങളെ ഉപദ്രവിക്കുന്ന വ്യക്തി നിങ്ങളിലൂടെ യേശുവിനെ അറിയും. If a person is against you today, they will know God through you. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കുമെന്ന വചനം പറയുന്നത്. The Bible says that the person who is against you, God will make them defeated in front of you. കഴിഞ്ഞ ദിവസം സഹോദരി പറയാം, എന്റെ ബ്രദറെ ഇപ്പൊ എന്നേക്കാൾ പ്രാർത്ഥന എന്റെ ഹസ്ബൻഡാ. Nowadays he is more praying than her. കാര്യം ഒരു ദിവസം പെട്ടെന്ന് കർത്താവ് കയറി പിടിച്ചു. One day God caught him. ഇദ്ദേഹത്തിന് സ്വസ്ഥത കിട്ടുന്നില്ല, He is not having any peace. സമാധാനം കിട്ടുന്നില്ല. He doesn't have any ഇദ്ദേഹത്തിന് peace. മരിക്കാൻ ടെൻഡൻസിയാ. He wants to die. ആ രാത്രി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരെങ്കിലും ഒന്ന് സംസാരിക്കുന്ന എങ്ങനെയോ പ്രാർത്ഥിക്കാൻ ഒരു കൃപ തന്നു ദൈവം. That day, somehow he started praying. അന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി.
That was an encounter with ഇന്ന് God. ആ വ്യക്തി ആ സിസ്റ്ററേക്കാളും മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് നിൽക്കുക. കണ്ടോ Today, he is more than prayerful than the sister. കണ്ടോ, പ്രാർത്ഥനയ്ക്കെതിര്, യേശുവിനെതിര്, പക്ഷെ കർത്താവ് തൊട്ടാൽ മാറാത്ത ഒന്നുമില്ല. Against prayer, against Jesus, but if God touches, nothing അപ്പൊ will affect him. അപ്പൊ നമ്മുടെ അകത്ത് നമ്മൾ ആരോടെങ്കിലും കയ്പുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കുക. If we have any bitterness towards anybody, we have to reconcile with നിങ്ങൾക്കെതിരെ that. ദോഷം ചെയ്ത വ്യക്തിയാണെങ്കിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. If a person did wrong to you, you bless them. അവൻ ഒരു വീഴ്ച വരുമ്പോൾ അവരെ കൈത്താങ്ങുക. If they fall, you take care of them. എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വന്നു, കർത്താവേ, ഞാൻ ആ വ്യക്തി എനിക്ക് ഒത്തിരി ദ്രോഹം ചെയ്തിട്ടും ഞാൻ അയാളെ ഡ്രോപ്പ് ചെയ്തല്ലോ, കാറിൽ ഡ്രോപ്പ് ചെയ്തല്ലോ. Even if he was against me, I was able to take him to my car and drop him. എന്റെ ബുദ്ധി പിന്നെയും പറയാൻ തുടങ്ങി, My mind was all again saying, ഇനി ആ വ്യക്തി നിനക്ക് അനുകൂലമായിരിക്കും. oh, he will be good to you from now കാര്യം onwards. കാര്യം കാര്യം അയാൾ എന്നെ ഉപദ്രവിക്കുന്നവരെ എനിക്ക് അറിയാം നല്ല പോലെ. I know that he's always against me. ഞാൻ വ്യക്തിപരമായി പുള്ളി ചോദിച്ചിട്ടുണ്ട്, നീ എന്തുകൊണ്ട് അത് ചെയ്യുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. I have asked him, why are you always against me? ഞാൻ ലിഫ്റ്റ് കൊടുക്കുമെന്ന് ഒരിക്കലും അദ്ദേഹം ചിന്തിച്ചിട്ട് പോലുമില്ല. He never thought that I will give him a lift. അപ്പൊ എന്റെ ബുദ്ധി പറഞ്ഞു, ഇയാൾ നാളെ മൂലം നിനക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമാകും. My mind said that from tomorrow onwards he's going to be good to you. പക്ഷെ പിന്നെയും പുള്ളി തുടർന്നുകൊണ്ടേയിരുന്നു. But again he was against me. അപ്പൊ ഞാൻ പിന്നെയും വചനം പറഞ്ഞു തുടങ്ങി, എന്നോട് എതിർക്കുന്ന ശത്രുവെ നീ ജയിക്കത്തില്ല. Again I started declaring that if you're the devil that is against me, with എന്റെ God will കൂടെ ഒന്ന് എല്ലാരും പറഞ്ഞു, എന്നോട് എതിർക്കുന്ന ശത്രുവിനെ യഹോവ തോൽപ്പിക്കൂന്ന് പറ. everybody repeat after me. അതിന്റെ അർത്ഥം യഹോവ അത് നശിപ്പിക്കുമെന്നല്ല, It's not that God is going to destroy them. നിങ്ങളുടെ കൂടെ ആരാധിക്കുവാൻ കർത്താവ് ഇടയാക്കി തരും. They will be praying with you. അതാണ് ദൈവത്തിന്റെ പദ്ധതി. That's the plan of God. സഹോദരങ്ങളെ, നമ്മുടെ ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത വീഡിയോസ് ഒന്നും ഷെയർ ചെയ്യരുതേ. അനിത സിസ്റ്ററെ, ആരാണത് ഷെയർ ചെയ്തത്? ഷെയർ ചെയ്യല്ലേ. ഞാൻ ഈ ഗ്രൂപ്പ് തുറന്നിട്ടേക്കുന്നത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം പറയാൻ വേണ്ടിയാണ്. ഗോഡ് ബ്ലെസ് യു. ട്രാൻസ്ലേറ്റ് ചെയ്യണ്ട. ഓക്കെ, ഞാൻ എല്ലാ ഗ്രൂപ്പിലും പറയുന്നുണ്ട്, നിങ്ങൾ വീഡിയോസ് ഒന്നും അനാവശ്യമായിട്ട് ഷെയർ ചെയ്യല്ലേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ആരെയും ജയിക്കാൻ പോകുന്നവരല്ല, ക്രിസ്തുവിൽ നമ്മളൊന്ന് ജയാളികളാണ്. We are not going to be winning against somebody, but we are already victorious. നമ്മൾ ജയാളികളാണ് പ്രിയരെ, ജയിക്കേണ്ട We ആവശ്യമില്ല. are victorious. We don't have to win. We are already victorious. നമ്മൾ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ We are already blessed. നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണുക തന്നെ ചെയ്യും. You will see that in your life. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കർത്താവ് സഹായിച്ചല്ലോ. വൻ കൃപകളാൽ ദൈവം നിറയ്ക്കും. ഞാൻ ഒന്ന് അറിയിപ്പ് പറഞ്ഞോട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ഞാൻ പറഞ്ഞതുപോലെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മുടെ ഈസ്റ്റ് ഹാമിലെ പ്രാർത്ഥനയെ ഓർത്തും സ്പിരിച്വൽ ഗ്രോത്തിനും കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാനും വേണ്ടി നമ്മൾ ടങ്സ് പ്രയറിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുവാണ്. ഇന്ത്യൻ സമയം വ്യാഴാഴ്ച 10:30 മുതൽ ആരംഭിക്കും. വൈകുന്നേരം 8 മണി വരെ പോകാൻ ആഗ്രഹിക്കുവാണ്. കർത്താവ് ശക്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോങ് ടൈം ടങ്സ് പ്രയർ ആണ്, ഇടയ്ക്ക് ബ്രേക്ക് ഇല്ല. അതൊറ്റ ഓട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. 2 ദിവസവും അങ്ങനെ തന്നെ പോകാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ആഗ്രഹമാണ്, ഞാൻ പറഞ്ഞില്ല, പിന്നെ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ നിൽക്കത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ ചിന്തിക്കട്ടെ, ബ്രദർ അത്രയും പറഞ്ഞിട്ടല്ല. എന്നാൽ നമ്മുടെ ദൈവം തരട്ടെ, ബലം തരട്ടെ. ദൈവം ബലം തരാതെ പോകട്ടെ. അപ്പം ഫാസ്റ്റിംഗ് പ്രയർ ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇനി ഫാസ്റ്റിംഗ് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ചെറിയ സ്നാക്സ്, ഒത്തിരി ഹെവി കഴിച്ച് വരരുത്. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ചോറ് നല്ല സദ്യ കഴിച്ച് വരരുത്. ഉറക്കം വരും. ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നത്. കുറച്ചും കൂടെ നമുക്കൊരു അറ്റൻഷൻ വേണം. അല്ലാതെ ഫാസ്റ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കർത്താവ് നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നൊന്നുമില്ല. നിങ്ങൾ പട്ടിണി കിടന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നും എക്സ്ട്രാ കിട്ടാൻ പോകുന്നില്ല. പറഞ്ഞാട്ടെ, ഞാൻ ആഹാരം വെടിഞ്ഞതുകൊണ്ട് കൊള്ളാം, നീ ആഹാരം വെടിഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഒന്നും തരാൻ പോകുന്നില്ല. നിങ്ങൾ പറയണ്ട. പകരം എൻ്റെ ശരീരത്തിനൊരു അറ്റൻഷന് വേണ്ടിയാണ് ഫാസ്റ്റിങ്. ശ്രദ്ധിച്ചോണേ, ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരരുത്. പുതിയ നിയമത്തിലെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടാൻ വേണ്ടി ഒന്നും ഫാസ്റ്റ് ചെയ്യരുത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവ് തന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒന്നും കിട്ടാനില്ല. പക്ഷേ
എൻ്റെ ശരീരത്തെ ഞാൻ അറ്റൻഷന് വേണ്ടിയാണ്. അപ്പം ഒന്ന്, നിങ്ങൾക്ക് ഭക്ഷണം പൂർണ്ണമായും വെടിഞ്ഞിരിക്കാം. രണ്ട്, ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ആഹാരം വെടിയണ്ട. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജ്യൂസോ സ്നാക്സോ ഒക്കെ വല്ലതും ചെറുതായിട്ട് കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും കർത്താവ് നിങ്ങൾ എന്ത് കഴിക്കും നോക്കത്തൊന്നുമില്ല. കർത്താവിൻ്റെ എന്താ പറയുന്നത്, പുതിയ നിയമ വിശ്വാസി പുത്രനാണ്, അവകാശിയാണ്. ഒരപ്പൻ മകനെ നോക്കുന്നത് പോലെ നിങ്ങളെ നോക്കരുത്. ഇപ്പം മകൻ എങ്ങനെയാണോ നിങ്ങൾ പിതാവ് നിങ്ങളെ കാണുന്നത്, ഒരു മക്കളെ നിങ്ങൾ നോക്കുന്നത്, അതേപോലെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അയ്യോ കർത്താവ് എനിക്ക് പെട്ടെന്ന് വിശന്നു പോയി, ഞാൻ അറിയാതെ ഇച്ചിരി വെള്ളം കുടിച്ചു പോയി എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം ഒന്നും വേണ്ട. കണ്ടിന്യൂ ചെയ്യുക പ്രയർ, കേട്ടോ. ഇടയ്ക്ക് ബ്രേക്കാന്ന് വിചാരിച്ച് അത് കണ്ടിന്യൂ ചെയ്യുക. അല്ലാതെ നിങ്ങളത് ഒരു കർമ്മമായിട്ട് ചെയ്യരുത്. കർമ്മമായിട്ട് ചെയ്താൽ കുഴപ്പം, നമ്മൾ സ്ട്രഗിൾ ചെയ്യും. കർമ്മമായിട്ട് ഉപവാസം ചെയ്താൽ അത് നമുക്ക് സ്ട്രഗിൾ ആണ്. ഞാൻ എന്തോ ചെയ്യുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും. അത് ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾക്കൊന്നും വന്നില്ലെങ്കിൽ പിന്നെ നിരാശയും വരും. അതുകൊണ്ട് കർമ്മമായിട്ട് ഒരിക്കലും ഫാസ്റ്റിംഗ് ചെയ്യരുത്. എന്തോ 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 എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടെ നിൽക്കുന്നോണ്ട് എനിക്ക് ജോലിയൊക്കെ ചെയ്യണോണ്ട് എനിക്കത് നടക്കത്തില്ല. എനിക്ക് നല്ല അതിയായ ആഗ്രഹമുണ്ട്. സിസ്റ്റർ ഭക്ഷണം കഴിച്ചുകൊണ്ട് ചെയ്തോ സിസ്റ്ററെ, കേട്ടോ. ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഇത് നിർബന്ധമില്ല. സാഹചര്യമുള്ളവരെന്ത് ചെയ്യുക, ഞാൻ പറയുന്നു, നിങ്ങൾ ഉപവാസത്തോടുകൂടെ ജോലിക്ക് പോയി അന്യഭാഷ പറയാൻ വേണ്ടി ആരും വരരുത്. അത് തെറ്റാണ്. അങ്ങനെ ചെയ്യുന്ന ഉപവാസം റോങ് ആണ്. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം. ആഹാരം കഴിക്കാതെ ഓഫീസിൽ പോയി നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് അന്യഭാഷ നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്യരുത്. അത് നിങ്ങൾ ജോലി സ്ഥലത്തോട് ചെയ്യുന്നത് ഒരു അനീതിയാണ്. കാര്യം നമുക്ക് ആഹാരം കഴിച്ചെങ്കിലേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ പോയി നിങ്ങൾ ആഹാരം കഴിക്കത്തില്ല, നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ടയർഡ്നെസ് ഉണ്ടാവും, ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അന്യഭാഷയിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവസാനം ശരീരത്തെ ദണ്ണിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യരുതേ. ജോലി സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ ലഘുവായിട്ട് വല്ലതും കഴിക്കുക. അവിടെ ഇരുന്നുകൊണ്ട് അന്യഭാഷ പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അന്യഭാഷ പറയണം, നന്നായിട്ട് അന്യഭാഷ പറഞ്ഞോണം. അവർ ജോലി എന്തോ ഈ ഉപവാസത്തിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കാമോ സിസ്റ്ററെ? ഉപവാസത്തെ കുറിച്ചുള്ള 2-3 ക്ലാസ്സുകൾ യൂട്യൂബിൽ 6-7 മാസം മുമ്പ് നമ്മൾ കണ്ടിന്യൂസ് ക്വസ്റ്റിനെയർ വരെ വെച്ച് നമ്മൾ ചെയ്തതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യോത്തരങ്ങൾ വരെ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇനി അത് എടുക്കാനുള്ള കപ്പാസിറ്റി ഇപ്പം ഇല്ല. അതെനിക്ക് തോന്നുന്നു 2 മണിക്കൂർ മുകളിലുള്ള ക്ലാസ്സുകളായിരുന്നു. അത് ഓൾറെഡി യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് ആരും വരരുതെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ജോലി സ്ഥലത്ത് പോയിരുന്നുകൊണ്ട് ഫാസ്റ്റിംഗ് എടുക്കുന്നത് ഞാൻ അതിനെതിരാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ അനീതി കാണിക്കരുത് അവിടെ പോയി ജോലി സ്ഥലത്ത്. കാര്യം അവിടെ ചിലപ്പം 5 കിലോ ചാക്ക് ചുമക്കേണ്ട ആൾ രാവിലെ ആഹാരം കഴിക്കാതെ പോയിക്കുമ്പോൾ തളരും നിങ്ങൾ. വെറുതെ അവരെ നിങ്ങൾ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാക്കരുത്. അത് നിങ്ങൾ അന്യഭാഷ പറഞ്ഞോണം. പ്രാർത്ഥിക്കരുത് ഞാൻ പറഞ്ഞില്ല, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചോണം. നന്നായിട്ട് ഒരുമാതിരി കഴിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ജോലി ചെയ്തുകൊണ്ടാണെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് അന്യഭാഷ പറയുക. ഭവനത്തിൻ്റെ അകത്തുള്ളവർ ശരിക്കും അത് ശ്രദ്ധിക്കുക, കേട്ടോ. അതാണ് ഫാസ്റ്റിങ്. ആഹാരം പിടിച്ചിരിക്കുന്ന ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരു അറ്റൻഷന് വേണ്ടിയാണ്. ഭക്ഷണം പിടിച്ചിട്ട് നിങ്ങൾ അതിലെല്ലാം നടക്കരുത്. അവിടെ ഇരുന്നുകൊണ്ട് അന്യഭാഷ പറയണം ദൈവസന്നിധിയിൽ. കാര്യം ദർശനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൃപാവരങ്ങൾ നിങ്ങൾ ജ്വലിക്കും, നിങ്ങളുടെ സ്പിരിച്വൽ ഐസ് ഷാർപ്പാകും, നിങ്ങളുടെ അകത്ത് കൂടുതൽ ആത്മീയ വളർച്ചയ്ക്ക് ഉണ്ടാകും. സ്പിരിച്വൽ എഡിഫിക്കേഷൻ, നിങ്ങൾ ആത്മീയമായി നിങ്ങളെ തന്നെ ബിൽഡ് ചെയ്യുകയാണ്. ഇതൊക്കെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം പ്രാർത്ഥിക്കുക. അപ്പം 10:30 മുതൽ നമ്മുടെ സൂം സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ വരുന്നവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാതെ, നിങ്ങൾ ബ്രദർ ഇല്ലെങ്കിലും ഞാനുണ്ട്, അന്യഭാഷ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തോണം. ആദ്യം ആരാണോ വരുന്നത് അവർ അന്യഭാഷയും വചനവും പറയണം. നിങ്ങൾ പ്രാർത്ഥന റിക്വസ്റ്റ് പറയരുത്. എൻ്റെ വീടിൻ്റെ വിഷയം, കൊച്ചിൻ്റെ വിഷയം അത് പറഞ്ഞാൽ അന്യഭാഷ പറയരുത്. വചനം പറഞ്ഞുകൊണ്ടേ അന്യഭാഷ പറയാവുള്ളേ. വചനം പറഞ്ഞുകൊണ്ട് വേണം. ചിലർ ഞാൻ കണ്ടുകൊണ്ട് അന്യഭാഷ കിടക്കി, കൊച്ചിൻ്റെ കാര്യം, വീടിൻ്റെ കാര്യം, ഇതൊന്നും പറയരുത്. അത് പ്രാർത്ഥനാ വിഷയം പറഞ്ഞ് നിങ്ങൾ അന്യഭാഷ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സും ശരീരവും, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി വേറെ രീതിയിൽ പോകും. വചനം പറഞ്ഞു വേണം അന്യഭാഷ പറയാൻ. എന്നാലേ നമുക്ക് സ്പിരിച്വൽ റലങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. മറന്നില്ലേ, വചനം പറയണം. അത് എപ്പോഴാണെങ്കിലും അന്യഭാഷ പറയുമ്പോൾ പ്രശ്നം പറയരുത്. പ്രശ്നം പറഞ്ഞാൽ നിങ്ങളുടെ ഡൈവേർട്ട് ചെയ്ത് നിങ്ങൾ പോകും. പലർക്കും സംഭവിക്കുന്നതാണ്. 10 മണിക്കൂർ അന്യഭാഷ പറഞ്ഞു, പക്ഷേ പറഞ്ഞത് മുഴുവൻ വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോകും നിങ്ങളുടെ മൈൻഡ്. നിങ്ങൾക്ക് സ്പിരിച്വലി ഗ്രോത്ത് ഉണ്ടാകത്തില്ല അവിടെ. നന്ദി കർത്താവ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പം മറക്കരുത്, വ്യാഴവും വെള്ളിയും വരുന്നവർ ആദ്യം ആര് വരുന്നോ അവർ അങ്ങനെ ഭാഷ പറഞ്ഞ് തുടങ്ങിക്കോണം. റമാസി ടോഫറാക്കില സുഭാസി. എന്തോ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പെട്ടെന്ന് നമ്മൾ അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കയറി വരുന്നു. നമ്മളത് പറയുന്നില്ല, മനസ്സിന്റെ ഉള്ളിൽ കയറി വരുന്ന അതെന്താ? അത് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സിസ്റ്റർക്ക് ഏത് വിഷയമാണ് സിസ്റ്റർക്ക് പെട്ടെന്ന് വരുന്നത് അന്യഭാഷ പറയുമ്പോൾ? എന്റെ
മോന്റെ വിഷയമായിരിക്കും എനിക്ക് കയറി ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് സിസ്റ്റർ അന്യഭാഷ നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ അന്യഭാഷ പിശാചിന്റെ ആഗ്രഹം ഈ പ്രാർത്ഥന നിർത്തുക എന്നുള്ളതാണ്. സിസ്റ്റർ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നു, ആത്മീക വർധന ഉണ്ടാകുന്നു. പെട്ടെന്ന് അന്യഭാഷ പറഞ്ഞു വരുമ്പോഴേക്കും പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു ചിന്ത പിശാച് വരും, കൊച്ചിന്റെ കാര്യം എന്താവും. അപ്പൊ പെട്ടെന്ന് നമ്മൾ തടർന്നില്ലേ, കർത്താവ് ക്ഷമ ഉടനെ കൊച്ചിന്റെ കാര്യം എന്താന്നുള്ള ചിന്ത വരുമ്പോൾ കൊച്ചിനെ പറ്റി ഓർക്കുമ്പോൾ ഉടനെ പറയണം അന്യഭാഷ പറഞ്ഞോളൂ, കർത്താവ് ജാതികളുടെ. മോന്റെ പേരെന്തുവാ? മോന്റെ പേര് സാൻഡോ. പെട്ടെന്ന് മോന്റെ വിഷയം വരുക. അന്യഭാഷ പറയുമ്പോ റക്കമസി പിശാച് കൊണ്ടുവന്ന് മനസ്സിലിടും, അയ്യോ മോന്റെ വിഷയം എന്താ, റിക്കമന സിക്കമന, കർത്താവ് ജാതികളുടെ സന്തതികളെ വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയം പറയും. സാൻഡോയെ കാണുന്നവരൊക്കെ പറയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. യഹോവ തന്ന ദാനമാണ് അവൻ. അവനെപ്പറ്റി അന്യഭാഷയിലൂടെ തന്നെ ആ വചനം കൊണ്ട് അവനെ പൊതിയണം. കണ്ടോ? അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാവോ? പിശാച് ഇട്ടിരുന്ന അവന്റെ ചൂണ്ടക്കുളത്ത് പൊട്ടിപ്പോവും. അതാ നമ്മൾ അത് ഏത് വിഷയം വന്നാലും താങ്ക്സ് ഗീവിങ്ങിലൂടെ അതിനെ ഓവർകം ചെയ്തോണം. എപ്പോഴും ശ്രദ്ധിക്കണം, വചനം കൊണ്ടും ആ വ്യക്തിയെ വചനവുമായിട്ട് വിഷയത്തെ ജോയിൻ ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ബൈൻഡ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ അന്യഭാഷയിൽ ബൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് വലിയൊരു നന്മ റിലീസ്. അങ്ങനെ ഒത്തിരി അത്ഭുതം നമ്മൾ കണ്ടതാണ്. സാക്ഷി നമ്മൾ കുറേ കേട്ടിട്ടുള്ളതാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ പിന്നെ വീണ്ടും കേൾക്കുന്നവർക്ക് അത് അരോചകമായി തോന്നും. ഒത്തിരി സാക്ഷി നമ്മൾ അങ്ങനെ ബൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. ബ്രദർ ഇപ്പൊ ഈ സിസ്റ്റർ ഇപ്പൊ ചോദിച്ച കാര്യം ബ്രദർ പറഞ്ഞതും രണ്ടും ഒന്ന് തന്നെയാണ്. കാര്യം വേറൊന്നും കൊണ്ടുമല്ല. ബ്രദർ സിസ്റ്റർ ചോദിക്കുന്ന എന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു. ബ്രദർ അത് തന്നെ മുൻകൂട്ടി പറഞ്ഞു. ഇങ്ങനെ ഉള്ളിൽ വരുന്നവർ നേരെ വിളിച്ചു പറയുന്നുണ്ട് പലപ്പോഴും. അതാണ് കാര്യം. ബ്രദർ വിളിച്ചു പലരും വിളിച്ചു പറഞ്ഞു. ശരി, ബ്രദർ പറഞ്ഞ കറക്റ്റ് തന്നെയാ. പലരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയും തോറും ആ വിഷയത്തിന്റെ അകത്ത് മാറ്റം ഉണ്ടാകത്തില്ല. ആ വിഷയം അവിടെ തന്നെ നിൽക്കും. പക്ഷെ അതിനെ വചനം കൊണ്ട് വെട്ടുമ്പോൾ ആ വിഷയം മാറിപ്പോകും. ആമേൻ. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, മുന്നോട്ട് പോയി എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ റുസൂഷലാഖിന ഫറൂസിയ റതൂഷബീന കാറദൽഖന ഫസാറഹ തൂഷലകമ റതീമ ഹുസഫ്ര കറ്റേരിയാന്തിരി. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇനി മുതൽ നമുക്ക് സ്പിരിച്വലി നിങ്ങൾക്ക് അനേകരിടത്ത് പോയി കർത്താവിൻ്റെ സുവിശേഷം പറയുവാനും നിങ്ങളെ ഒരു സൈന്യമാക്കി എണീപ്പിക്കാവുന്നൊരു നിയോഗം ദൈവാത്മാവ് തന്നതുകൊണ്ട് നിങ്ങളിനി ആ രീതിയിലായിരിക്കും കർത്താവിൽ കൂടുതൽ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കേണ്ടവരാണ്, ഭൂതങ്ങളെ പുറത്താക്കേണ്ടവരാണ്, ബന്ധനങ്ങളെ അഴിക്കേണ്ടവരാണ്, സുവിശേഷം കൊണ്ട് അനേകരെ നേടേണ്ടവരാണ്. നിങ്ങൾ ഇനി ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പുറപ്പെടേണ്ടവരാണ്, പ്രവർത്തിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടവരാണ്. കർത്താവ് നിങ്ങളെ നിർബന്ധിക്കുകയാണ്. അപ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ തന്നെ വരണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പകർച്ചകൾ നിങ്ങളുടെ മേൽ പതിയുക തന്നെ ചെയ്യും. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. റുഹു ഷലാഫെനാറി കേസ് മറ്റു ഷലക്കാസി റതൂ ബിനാഖ റാബ കടതേ സെക്കേന ലസാറഹത്തെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഈ നാരായണി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഭവനം കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനത്തിൻ്റെ അകത്ത് ജനുവരി മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ ചിത്രം ഞാൻ ആ ഭവനത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. നാരായണി എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഭവനത്തിൽ ജനുവരി മാസം ജനിച്ച ഒരു വ്യക്തിയുടെ ചിത്രം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. റോസ് പെറ്റാഫറാൽ കിരിയാന്തിരി. അത് ആരുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഇന്ന് എൻ്റെ ഉള്ളത്തിൽ ആ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു നിയോഗം തരുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ റിലീസ് ചെയ്യുന്നപ്പാ. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ. ജനുവരി മാസം ജനിച്ച ആരാത്? ഇല്ല, ഞാൻ ഈ ഫോട്ടോയാ കാണുന്നത്. അപ്പൊ ഹസ്ബൻഡിന്റെ ഫോട്ടോയാണോ അത്? അതെ, ജനുവരി മാസത്തിൽ ജനിച്ചതാ. അതെ, 14. ഈ ഫോട്ടോ എവിടെ ഇരിക്കുന്നത്? ഫോട്ടോ ഞാൻ കിടക്കുന്ന മുറിയിലുണ്ട്, ഹാളിലും ഉണ്ട്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ദുഷ്ടന്റെ പദ്ധതികൾ ആ കുടുംബത്തിൽ നിന്ന് തകർന്നു പോട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന, അവകാശം പറഞ്ഞു നിൽക്കുന്ന വാദങ്ങളെ ഞങ്ങൾ ആത്മാവിൽ വെട്ടിമാറ്റുന്നു. ഞാൻ ഈ വ്യക്തിയുടെ ഫോട്ടോയാണ് കണ്ടത്. പിന്നെ അതിനർത്ഥം ആളിപ്പോ ജീവനോടെ ഇല്ലല്ലേ, ശരീരം കാണാൻ പറ്റുന്നില്ല. ഫോട്ടോയെ കണ്ടത്. ഇപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ അതിന്റെ പിന്നിൽ ഉണ്ടായതെല്ലാം, അത് വേരോടെ മറഞ്ഞിരിക്കുന്നതെല്ലാം മാഞ്ഞു പോട്ടെ ഭവനത്തിൽ നിന്ന്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്ന കർത്താവെ, കൃപ പെരുകുന്നല്ലോ,
കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ എന്നോടങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ എന്നോടങ്ങ് ഇടപെടണമേ. റാസൂഷ് ബനാറി മ്യൂട്ട് മാറ്റാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ലീ സൂഫറ സെറ്റൂഷല റൈത്തഫീനകാസ് ബറ്റീക റാഖാകാസ റൂഷമകന ഫുറൂസ്മെന്നെല്ലാം തിരിയും. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ നമുക്ക് എൻ്റെ മനസ്സിൽ വന്നത് അങ്ങനെയാണ്. ഈ പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലം നമുക്കറിയാം. പാമ്പാടി നമ്മൾ പ്രയർ ഉണ്ടായിരുന്ന പണ്ട് നമ്മുടെ പ്രസാദ് പാറക്കാടെ ഇപ്പൊ താമസിക്കുന്നത്. എന്നാൽ ഇത് സ്ഥലപ്പേരല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീട്ടുപേരുള്ള ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ? സ്ഥലപ്പേരല്ല, ഇതേ രീതിയിൽ ആ പാമ്പാടി എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പേരുള്ള വീട്ടുപേരുമായി ബന്ധപ്പെട്ടതാ. സ്ഥലപ്പേര് എനിക്കറിയാം, വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ടത് ഈ പറഞ്ഞതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട വീട്ടുപേരുള്ള ഒരു സ്ഥലം എന്നെ കാണിക്കുക. പാമ്പാടി സ്ഥലമല്ല, ഒരു വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഫുൾ അതിന്റെ കൂടെ വേറെന്തൊക്കെയോ കാണും. ചിലപ്പോ ഈ എന്താ പറയുക, പാമ്പാടി എന്ന് മാത്രമായിരിക്കത്തില്ല, വേറെന്തെങ്കിലും കൂടെ കാണുമായിരിക്കും. അതേതാണ്? എരുത്തുക്കൽ പമ്പാങ്കുഴിയിൽ നിന്നൊരു വീട് വരുന്നുണ്ട്. അല്ല, പാമ്പാടിയിൽ അങ്ങനെ അത് കൂട്ടി അതേപോലത്തെ ഒരു പേരാ. സ്ഥലമല്ല, സ്ഥലപ്പേരല്ല, വീട്ടുപേര്. വീട്ടുപേരാ. അതാരാ പാമ്പാടി എന്നിപ്പോ പറഞ്ഞു? അയ്യോ, ബാക്കി എല്ലാവരും ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആണ്, അവരുടെ വീട്ടുപേര് പാമ്പാടിയിൽ നിന്നാ. അവിടെ എവിടെയാ അത്? സോറി, എവിടെയാ സ്ഥലം? അവര് ഇപ്പൊ ഇവിടെ തമിഴ്നാട്ടിലുണ്ട്. പൊങ്ങനാട് എന്ന് പറഞ്ഞ സ്ഥലം? തിരുപ്പൂരാ. നമ്മുടെ കസിനാ? ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്. പാമ്പാടിന്റെ മമ്മയുടെ ചേട്ടത്തിയുടെ വീട് പാമ്പാടി എന്നറിയപ്പെടുന്ന അവിടെ വീട്ടുപേര് പാമ്പാടിയിലെ സാറെന്ന് അറിയപ്പെടുന്നു. പാമ്പാടി അല്ലല്ല, അങ്ങനെ സാറ് സ്ഥലപ്പേരല്ല, വീട്ടുപേരാ. ഞാൻ കറക്റ്റ് വീട്ടുപേരത്. വീട്ടുപേര് പാമ്പാടിയിലെന്ന് അറിയപ്പെടുന്നത്. പാമ്പാടി എന്നറിയപ്പെടുന്നത് വീട്ടുപേര് അങ്ങനെ തന്നെ. വീട്ടുപേര് അങ്ങനെ അറിയപ്പെടുന്നത് ഇലഞ്ഞിമുട്ടിപ്പറമ്പിൽ നിന്ന് അറിയപ്പെടുന്ന വീട്ടുപേര് പാമ്പാടിയിൽ നിന്ന് അറിയപ്പെടുന്നത്. മരിച്ചുപോയി, രണ്ടുപേരും മരിച്ചു പോയതാ. പേരൊന്നും പറയല്ലേ. ഈ വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് അന്വേഷിക്കണം. ഏലിക്കുട്ടി എന്ന് പറഞ്ഞൊരു പേരെന്റെ മനസ്സിലേക്ക് വരുക. ഈ ഒരു പേരെന്റെ മനസ്സിലേക്ക് വരുക. അപ്പൊ ഇതൊന്ന് അന്വേഷിക്കണം. ആ പേരുമായിട്ട് ബന്ധപ്പെട്ട ഭവനം ഏതാന്ന്. ഈ ഒരു മാതാവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ വലിയൊരു പ്രതിസന്ധി ആ ഭവനത്തിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. അതിന്റെ മേൽ കർത്താവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. സഹോദരങ്ങളെ, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. എന്റെ കൂടെ എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവേ, എന്നോടങ്ങ് സംസാരിക്കുന്ന കൃപയ്ക്ക് നന്ദി, സംസാരിക്കുന്ന കൃപയ്ക്ക് നന്ദി, സംസാരിക്കുന്ന കൃപയ്ക്ക് നന്ദി, സംസാരിക്കുന്ന കൃപയ്ക്ക്. ഇന്ന് കർത്താവ് ഒരു ആൺതലമുറയെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോവാ. ഞാൻ ആ വീടിന്റെ അകത്ത് കാണുമ്പോൾ, ആ വീടിന്റെ അഡ്രസ്സ് വായിക്കുമ്പോൾ ആൺതലമുറയ്ക്ക് വേണ്ടി ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഒരു ലെറ്റർ പാഡല്ല, ഇതിനകത്തൊരു റിസീവ് ചെയ്തൊരു ലെറ്റർ ഞാൻ കാണുക. ആ ലെറ്റർ വരാൻ പോകുന്നൊരു ലെറ്ററാണ്. ആ ലെറ്ററിന്റെ അകത്ത് ആ വീട്ടുപേരും കൂടെ മെൻഷൻ ചെയ്ത് വന്നേക്കുന്ന ഒരു അഡ്രസ്സാണ്. ചെമ്പോലയിൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേരാണ് ഞാൻ കാണുന്നത്. ചെമ്പോലയിൽ അവിടുത്തെ ആൺ തലമുറയെ സ്പർശിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. ചെമ്പോല എന്ന് പറഞ്ഞ വീട്ടുപേരുമായി ബന്ധപ്പെട്ട ആൺ തലമുറയുമായി ബന്ധപ്പെട്ടത് ആരാണോ ഒരു ലെറ്റർ ഈ ചെറുപ്പക്കാരന്റെ കയ്യിലോട്ട് വരാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ മകൻ ആ ലെറ്ററുമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഇന്ന് ആ വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പ ലോർഡ് ജീസസ് കർത്താവേ, കൃപ പെരുകുന്നല്ലോ,
കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, എവിടെ ഇരുന്നുകൊണ്ടാണോ നിങ്ങൾ കേൾക്കുന്നത്, ഏത് ഭവനവുമായിട്ടാണോ അത് ബന്ധപ്പെട്ടത്, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണേ. കർത്താവിന്റെ കൃപ ഇന്നവിടെ പെരുകാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ലോർഡ് ജീസസ്, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. അത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. കർത്താവിന്റെ പ്രവൃത്തി പറയാനുള്ളവരാണ്. ഇലഞ്ഞിമുട്ടിപ്പറമ്പിൽ വീട്ടുപേര് അല്ല പാമ്പാടി അല്ല, ഈ ചെമ്പോലയിൽ എന്ന് പറയുന്നത് ഇപ്പൊ ആ വീട്ടുപേരാ ചോദിക്കുന്നത്. ചെമ്പോലയിൽ ഈ ചെമ്പോലയെന്നല്ല. ഇത് ഞാനിപ്പോ രണ്ടാമത് പറഞ്ഞ ആലോചന സിസ്റ്ററെ. ചെമ്പോല എന്ന് പറഞ്ഞൊരു വീട്ടുപേരാണ്. അവിടുത്തെ ഒരു ആൺതലമുറയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, എവിടെ ഇരുന്നുകൊണ്ടാണ് ആ ഭവനം കേൾക്കുന്നതെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആൺതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് അവന്റെ ജീവിതത്തിൽ വലിയൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, റിമക്കൂസ ഫ്രൈറ്റമ ശലകമസിയാന്തിരി റീഖമന കടാദർബിനിയ ഷലോ ഫറാസിയാന്തിരി. ലൈവിൽ കാണുന്നവരെ നിങ്ങൾക്ക് അവിടെ ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിൽ എവിടെയെങ്കിലും ഒരു ലിങ്ക് കാണും. അതിലൂടെ നിങ്ങൾക്ക് സൂം പ്രയറിലേക്ക് പ്രവേശിക്കുവാൻ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. സാഹചര്യം ഉണ്ടെങ്കിൽ ഭവനത്തിൽ സ്വാതന്ത്ര്യമുള്ളവർ കയറുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. റൂഷലകാസിയാന്തിരി റീബൂഷലകബറകമസിയ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. എന്റെ ഉള്ളത്തില് കർത്താവിനെ ഒരു ജോസ്നയുടെ ഭവനം കർത്താവിനെ കാണിക്കും. ഞാൻ ഈ ജോസ്നയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു സൈനായിട്ട് കാണിക്കുന്നത് ഈ ഒരു ഭയങ്കര ഈ മെറൂൺ അല്ല, ഈ ഒരു ഡാർക്ക്, നമ്മുടെ ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് കളറിലെ ഒരു ഫാൻ, വൈറ്റ് കളറല്ല, ഡാർക്ക് കളറിലെ ഒരു ഫാൻ ഒരു മുറിയിൽ ഇങ്ങനെ കിടക്കുന്നത്, സീലിംഗ് ഫാൻ ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ഈ ജോസ്നയുമായിട്ട് ബന്ധപ്പെട്ട ആ മുറിയാ കാണുന്നത്. അവിടെ ഈ കളറിലെ ഫാൻ അതിൻ്റെ അകത്തുണ്ട്. ഞാൻ ആ മുറിക്കകത്തിരിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഞാൻ കാണുവാണ്, ഒരു കണ്ണാടി ഊരി അവിടെ വെച്ചിരിക്കുന്നത് ഞാൻ കാണുക. ലോർഡ് ജീസസ്, ഇന്ന് ആ ജോസ്നയുടെ ഭവനം ഈ അടയാളമുള്ളത് ഏത് ഭവനമാണോ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നപ്പാ, ഇന്ന് ആ ഭവനത്തിന്റെ മേൽ കർത്താവെ അങ്ങയുടെ വലിയ പ്രവൃത്തി അങ്ങ് അയക്കുന്നല്ലോ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറഞ്ഞു. കേൾക്കാൻ പറ്റിയില്ല. ജോസ്ന എന്റെ അമ്മാവന്റെ കൊച്ചുമോളാ. ജോസ്ന സിസ്റ്ററെ, ഞാൻ അവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് അല്ല, പക്ഷെ ആ ഒരു മെറൂൺ കളർ, നമ്മുടെ ഫാൻ ഉണ്ടല്ലോ, സീലിംഗ് ഫാൻ വരുന്നത്, അങ്ങനത്തെ ഒരു ഫാൻ ആ വീടിന്റെ അകത്ത് ഒരു മുറി കിടക്കുന്നത് ഞാൻ കാണുക. വീടിന്റെ അകത്ത് കയറി കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ഫാൻ? ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ. ഈ മെറൂൺ കളറില്ല, മേളത്തെ മുറിയിലുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. അത് ആരുപയോഗിക്കുന്ന മുറി? അവര് രണ്ടു മുറി, ഒന്ന് അതിന്റെ പപ്പയും അതും രണ്ടുപേര് രണ്ടു മുറിയിലാ കിടക്കും. പപ്പായും മോളും മാത്രമേ ഉള്ളൂ അവിടെ? മേളിൽ രണ്ടുപേരേ ഉള്ളൂ. അമ്മയില്ല അതിന്? അമ്മ താഴെ. അമ്മ താഴെ. മുകളിലാണ് ഈ മോളുള്ളത്? ആണോ? ഓക്കെ. ഓക്കെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണം. അവളുടെ ഭാവിയെ അടയ്ക്കാൻ നോക്കുന്ന മേഖലയെ കർത്താവ് ഇന്ന് അതിൻ്റെ അകത്ത് വിടിവിക്കാൻ വേണ്ടി പോവാണ്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് അയക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ, യേശുവെ അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നന്മയുണ്ടാകട്ടെ. കർത്താവെ അങ്ങയുടെ അനുഗ്രഹത്തിന്റെ സാക്ഷ്യമായി ഓരോ ഭവനങ്ങളും മാറട്ടെ. ഓ യേശുവേ, ഓ എൻ്റെ കർത്താവെ, റീൽബാ ഹസ്ബറ്റ് ഫ്രൂഷലഖീമസ് ടേബോകു റൈബിയ ടെലിയ എന്നുള്ളത് കർത്താവ് ഒരു അലക്സ് എന്ന് പറയുന്ന ഒരു പേരും, അതോടൊപ്പം തന്നെ ജനുവരി മാസം ഈ അലക്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. അലക്സിനോട് ചേർന്ന് ജനുവരി മാസം ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ഈ മാസവും ഈ അലക്സിനെയും എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക. അത് ഏത്?
എന്റെ മരുമോന്റെ പേര് അലക്സ് ആണ്. എന്റെ മോള് ജാനുവരിയിലുള്ളതാണ്. മോളാ, അതായത് ഈ അലക്സിനോട് ചേർന്നാണ് ആ മോള് നിൽക്കുന്നത് അല്ലേ? അതാ ജനുവരി. ലോർഡ് ജീസസ്. എൻഗേജ്മെന്റ് ജാനുവരിയിലാണ്. സിസ്റ്ററും ജനുവരിയിലാണോ? അല്ല, ഞാന് ജൂണിലുള്ളത്. ഹസ്ബൻഡോ? എന്റെ ഹസ്ബൻഡ് ജാനുവരിയിലുള്ളതാണ്. അല്ല സിസ്റ്ററെ, ഞാൻ പറഞ്ഞ കേട്ടോണേ. അലക്സിന്റെ കൂടെ ജനുവരി മാസത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ച, അതായത് അലക്സിന്റെ കൂടെ, അലക്സ് അല്ല, അലക്സിന്റെ കൂടെ ജനുവരി മാസത്തിൽ നിൽക്കുന്ന ഒരാളെ കാണിക്കുന്നത്. അതാ ഞാൻ ആദ്യം പറഞ്ഞു. ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞ സഹോദരി ഏതായിരുന്നു? അലക്സ്. അലക്സിന്റെ ഭാര്യ, എന്റെ മകളാണ്. ഓക്കെ, സിസ്റ്ററുടെ മോളാണ് ജനുവരി ജനിച്ചേക്കുന്നത്. അലക്സ് എന്ന് പറയുന്നത് മരുമോന അല്ലേ? അതെ. ഇന്ന് എന്റെ ഉള്ളത്തിൽ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു നിയോഗം തരും. ഒരു യാത്ര ദൈവം തുറക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ദൈവത്താൽ ഒരു യാത്ര അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, ഞങ്ങളുടെ കൃപ അവിടെ പെരുകുന്നല്ലോ, സാക്ഷ്യമാക്കി കർത്താവ് മാറ്റുന്നല്ലോ. ആ വാതിലിനെ ഞങ്ങൾ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നു. ആ ബ്ലെസ്സിങ് അവരുടെ മേൽ റിലീസ് ചെയ്യുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ജീസസ്. സുഹൂറ ബൽഫിനിയ സെറ്റൂഷലാക്കിന ബ്രൗസെറ്റല ബിരിയാന്ദുഹു റതൂഷ തൂഷ തൂഫ്രക്കിന ഫസന അഷൂലക്കിമ സെക്കിന. ഞാനൊരു വീട്ടില് ഇത് നമ്മൾ പേപ്പറിൽ ഇങ്ങനെ വരച്ചിരിക്കുന്നതാണ്. പേപ്പറിൽ വേൾഡ് മാപ്പിന്റെ, നമ്മളൊരു വേൾഡ് മാപ്പിന്റെ ചിത്രം ഉണ്ടല്ലോ, റൗണ്ടിലുള്ളതല്ല, അല്ലാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പടം ഉണ്ടല്ലോ, ആ പടം ഒരു വീട്ടിൽ വരച്ചു വെച്ചിരിക്കുകയാണ്. അതായത് ഒരു പേപ്പറിൽ അത് വരച്ച് അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അത് പ്രിന്റ് എടുത്തേക്കുന്നതല്ല, പൈസ കൊടുത്ത് മേടിച്ചേക്കുന്നതല്ല, അത് വരച്ചു വെച്ചിരിക്കുകയാണ്. ആ വരച്ച് വെച്ചത് ഒരു ഭവനത്തിൽ ഞാൻ കാണുവാണ്. ആ വരച്ച് വെച്ച ആളേക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു അടയാളം കാണിക്കുവാണ്. അത് ആ പടത്തിന്റെ കുഴപ്പമല്ല, ആ വ്യക്തിയെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതേത് വീട്ടിലാണോ ആ വേൾഡ് മാപ്പിന്റെ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളം പറയുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. കർത്താവെ, ഓരോ ഭവനത്തിന്റെ മേലും കർത്താവിന്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഷലോഫ് റാസിറ്റ് ഷലാക്കിനാന്തിരിയ റതൂഷലേഖന സ്വഖാനെ അറിയാന്തരി. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതേത് ഭവനത്തിലാണോ, യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ അത്ഭുതം ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ വേണ്ടി പോവാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, അഥവാ സൂമിലോ മറ്റെവിടെ ഇരുന്നുകൊണ്ടാണ് കേൾക്കുന്നതെങ്കിൽ അത് ഏറ്റെടുത്തോണേ. അതാരാണോ അതിന്റെ ഉടമസ്ഥൻ, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ദൈവത്താൽ ഒരു വഴി തുറക്കാൻ വേണ്ടി പോവാ ഭവനത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, നന്ദി പറയുന്നപ്പ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ. ലോർഡ് ജീസസ്. ഷതി ബോറോഫല ഫെനാസിക്കേന റതൂഷലാഫെന റസന റബി ടബോഷലാക്കേന ഫൊറൂഷലാക്കേന സക്കേന ററ്റേലി അമോറ ലംജോ ഫ്രീക്കേന ഫുറാസി ആംതേരി മഷോലക ബസാക സാക്കു ഷലാസി ആന്തേരി. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളത്തില് കർത്താവ് ഇന്നൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറയുകയാണ്. ഈ ഒരു ഭവനത്തിൽ കർത്താവ് എന്നെ കെസിയ എന്നൊരു പേര് കാണിക്കുവാണ്. ഈ കെസിയയുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നിയോഗം പറയുകയാണ്. ഈ വ്യക്തി ഞാൻ കാണുന്നത് ഈ ആഗസ്റ്റ് മാസം ജനിച്ചൊരു വ്യക്തിയാണ് ഞാൻ കാണുന്നത്. കെസിയയുടെ ഭവനത്തിൽ ആഗസ്റ്റ് മാസം ജനിച്ച വ്യക്തിയാണ്. ഇന്ന് ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു നിയോഗം തരുവാണ്. ഇന്നെ എന്തോ ബ്രദർ, എന്റെ മോളുടെ പേരാണ് കെസിയ. അവളുടെ പപ്പ ഹോസ്പിറ്റലാണ്. നാളെ സ്കാനിനും ഒക്കെ എഴുതി കൊടുത്തിരിക്കാൻ. മോള് ഓഗസ്റ്റിലാണ് ജനിച്ചത്. ഓഗസ്റ്റിലാണ് ജനിച്ചത്. ഇന്ന് ഇവർ രണ്ടുപേരെയും ചേർത്ത് ദൈവം സ്പർശിക്കാൻ വേണ്ടി പോവാന്ന് പറയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പൊ ഹോസ്പിറ്റൽ ആളല്ലേ കർത്താവേ? ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പ ഇന്ന് കർത്താവ് തൊടുവാ കേട്ടോ. ഇന്ന് കർത്താവ്, ഇന്ന് യേശു രണ്ടു പേരെയും ദൈവം ഒരേ സമയത്ത് സ്പർശിക്കുവാണ്.
ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അപ്പ ഇന്ന് ആലോചനയെ റിലീസ് ചെയ്ത് ആമേൻ പറഞ്ഞതിനെ ഏറ്റെടുത്തു. ദൈവം ഇന്ന് ആ ഭവനത്തെ തൊടും, ഭവനത്തിന്റെ അവസ്ഥകളെ തൊടും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദുഷ്ടൻ വെച്ചിരിക്കുന്ന എല്ലാ ബൗണ്ടറികളെയും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ ദുഷ്ടന്റെ ബൗണ്ടറികളെയും ബ്രേക്ക് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. നന്ദി കർത്താവ്. എല്ലാരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ഓ സമാലിയ ഫെനാസിയ ടേരിയ സേറ്റിയ ഓ സാഡാബാബ റാസിബീരി കമാസോക്കേന. എൻ്റെ ഉള്ളത്തിൽ ഈ സാംസൺ എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ മനസ്സിലേക്ക് വരിക. സാംസൺ എന്ന് പറയുന്ന ഒരു പേര്. ഈ പേരുമായിട്ട് ബന്ധപ്പെട്ട് സാംസന്റെ ഭവനത്തിന് വേണ്ടി. അതോടൊപ്പം തന്നെ 2 രീതിയിൽ എനിക്ക് സാംസൺ എന്നുള്ള പേര് വന്നത്. സാംസൺ വന്നപ്പോൾ തന്നെ അതിന്റെ കൂട്ടത്തിൽ ഈ സാംകുട്ടി എന്ന് പറഞ്ഞൊരു പേര് കൂടെ കയറി വന്നു. അതായത് സാംസൺ എന്നുള്ള പേര് വന്നപ്പോൾ തന്നെ സാംകുട്ടി എന്നുള്ളൊരു പേരും കൂടെ എൻ്റെ കൂട്ടത്തിൽ കയറി വന്നു. യേശുവേ, ഇന്ന് ഇത് രണ്ടും 2 ആലോചനയാണോ അതോ ഒരേ ആലോചന എന്നറിയാൻ വേണ്ടിയാണ്. ഇതിനി 2 ഭവനങ്ങളാണെങ്കിൽ 2 ആൾക്കാരുണ്ടല്ലോ. ഒന്ന് സാംകുട്ടിയുടെ ഭവനം, ഇനി സാംസന്റെ ഭവനം. ഇത് 2 ആണെങ്കിൽ 2 ആയിട്ട് കുഴപ്പമില്ല. ഇനി ഒരു ഭവനത്തിന്റെ അകത്ത് ബന്ധപ്പെട്ടതാണെങ്കിൽ നോക്കുക, ഈ 2 പേരിലും ഇന്ന് ആ 2 ആണെങ്കിൽ നമുക്കത് സംസാരിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ടത് ആരാണോ ആ ഭവനം ഏതാണ്? ഇന്ന് കർത്താവിന്റെ ഒരേ പ്രതിസന്ധിയാണ് ഞാൻ ആ ഭവനത്തിൽ കാണുന്നത്. ഒരേ പ്രതിസന്ധി. ഷീസോ ഫ്രാൻസിസ് എന്തോ ഞങ്ങളുടെ ചർച്ചിൽ നേരത്തെ ഇരുന്ന ഒരു ദേവദാസന്റെ പാസ്റ്ററിന്റെ പേരായിരുന്നു സാംകുട്ടി പാസ്റ്റർ. പാസ്റ്ററാണ്. എന്റെ ഹസ്ബൻഡിന്റെ പേര് സാംകുട്ടി എന്നാണ്. ആ, സാംകുട്ടി. ആ, ഓക്കെ. നിങ്ങളെല്ലാം ഇപ്പൊ സാംകുട്ടിയാണ്. സാമുമായിട്ട് സാംസണുമായിട്ട് ബന്ധമുള്ളവർ പിന്നെ അതില്ല അല്ലേ? എനിക്കുണ്ട്. എന്റെ ആങ്ങളുടെ മോനാണ് സാംസൺ. ഈ പവർ വിഷനൊക്കെ പ്രസംഗിക്കുന്ന മോന. ആ മോന് ഇപ്പൊ 4 വയസ്സുള്ള ഒരു കുട്ടി 6 മന്തിൽ ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞപ്പം തലച്ചോറിനകത്ത് ബ്ലഡ് പോകാതെ കിടപ്പില്ല. കണ്ണ് കാണത്തില്ല, ചെവി കേൾക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ കിടക്കുക. നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, അങ്ങ് കഴിയാത്ത ഒരു കാര്യമില്ല. രോഗം ദൈവത്തിൽ നിന്നുള്ളതല്ല. ദൈവം രോഗിയാക്കുന്ന ദൈവമല്ല. കർത്താവെ, രോഗം പിശാചിന്റെ തന്ത്രമാണല്ലോ. ഞങ്ങൾ ഇപ്പോൾ തന്നെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പ്രത്യേകിച്ച് സാംസൺ അല്ലേ മോന്റെ പേരല്ലേ? അപ്പൊ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് അത്ഭുതകരമായ വിടുതല കുഞ്ഞിന്റെ മേൽ വ്യാപരിക്കട്ടെ. അപ്പൊ ദുഷ്ടന്റെ പദ്ധതികളെ ആത്മാവിൽ വെട്ടി ദൂരെ കളയുന്നപ്പോ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി കുഞ്ഞിന്റെ മേൽ ചാടി വീഴട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ സാംകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരെന്ന് ശ്രദ്ധിച്ച് നമുക്ക് അടുത്തൊരു പടിയിലോട്ട് കയറാവേ. ഞാൻ ഈ സാംകുട്ടിയുമായിട്ട് കാണിക്കുന്ന സമയത്ത് സാംകുട്ടി ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ ഭവനത്തിന്റെ അകത്തോട്ട് കയറുമ്പോൾ ഞാൻ അവിടെ ഒരു പെൺകുട്ടി എന്നെ റിസീവ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. കേൾക്കുന്നുണ്ടോ? ഒരു പെൺകുട്ടി, ഈ സാംകുട്ടിയുടെ ഭവനമാണ് ഞാൻ കാണുന്നത്. സാംകുട്ടിയുടെ ഭവനത്തിൽ ഒരു പെൺകുട്ടിയെ ഞാൻ കാണുവാണ്. ഞാൻ ആ ഭവനത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആ ഹോളിൽ ഒരു ഷെൽഫ് ഞാൻ കാണുന്നുണ്ട്. ആ ഷെൽഫിൻ്റെ അകത്ത് റൗണ്ട് കളറിലെ ഒരു ട്രോഫിയാണോ അതോ നമ്മൾ ഈ എന്താ പറയുന്നത് അതിന് ഒരു സംഭവം കൊടുക്കുമല്ലോ, ട്രോഫി പോലെ മൊമെന്റോ കൊടുക്കുമല്ലോ, ഒരു മൊമെന്റോ അവിടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഈ സാംകുട്ടിയുടെ ഭവനം ഏതാ? ഇതിരിക്കുന്ന മൊമെന്റോ ഇരിക്കുന്ന, കയറി വരുമ്പോ തന്നെ ഹോളിൽ മൊമെന്റോ ഇരിക്കുന്ന സാംകുട്ടിയുടെ ഭവനം ദൈവത്തിൽ ഏതാണോ? ഞാനൊരു പെൺകുട്ടീനെയാണ് അവിടെ കയറി വരുമ്പോൾ ഞാൻ കാണുക. ലോർഡ് ജീസസ്, അതേത് സാംകുട്ടിയുടെ ഭവനമാണോ? ജീസസ്. ദേവദാസന്റെ പേര് പറഞ്ഞല്ലോ. അവരുടെ വീട്ടില് അങ്ങനെ മൊമെന്റ് ഉണ്ടോന്ന് എനിക്കറിയില്ല. അവിടെ 2 പെൺകുട്ടികളാണോ ഉള്ളത് പാസ്റ്റിന്?
ഇളയ മോൾക്ക് ചില അസുഖങ്ങളൊക്കെ ഉള്ളതാണേ. മൂത്ത മോള് ഡോക്ടറിന് പഠിക്കുക ഇളയ തൃശ്ശൂര്. ഇളയ മോക്കല്ലേ? ഉം. ഈ ഷുഗർ പ്രോബ്ലം ഉള്ളതാ കൊച്ചിന്. എന്തായാലും ഈ മൊമെന്റ് അവിടെ നോക്കുക, ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ. ആ പറയാം, ചോദിച്ചിട്ട് ഓക്കെ പറയാം. ഈ ഓക്കെ ഓക്കെ. സാവുട്ടിക്കും 2 പെൺപിള്ളേരാണ് ഉള്ളത്. ഒന്നൊരു കൊച്ചു കുഞ്ഞുമുണ്ട്, 2 പെൺകുട്ടികളുമാണ് മക്കള്. ഈ മൊമെന്റ് അവിടെയുണ്ടോ? ആ മൊമെന്റ് ഒരു സൈഡിൽ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഉണ്ട്. അത് കൊച്ചിന് സ്കൂളിൽ നിന്ന് കിട്ടിയ മൊമെന്റോ ആണ്. മൊമെന്റോ അല്ല, ഞാൻ ഈ ഭവനമായിട്ട് ചോദിക്കണേ. ആൻസി എന്ന് പറയുന്ന ആരെങ്കിലുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് ചോദിക്കണേ. ആൻസി ചോദിക്കണേ കേട്ടോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ഷലഖേന ഫറൂഷലഖേന സിയാതിരി റതീരിയ മഷേരിയ ലഖീരിയ. അന്യഭാഷയിൽ മ്യൂട്ട് മാറ്റണ്ട, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഓ റബൈല ഹഫനസിന്റെ ഹുഷന ഹസ്ദിയാന്തരി ഓ റിഖമന കസാന റതിമി ഹോസഫറ്റ ഉഷലഖേന ഫറൂസലഖേന സുറീത ലഹസ്തന റീക ലഹസ്തന كنافو راسي بتوفل لكينا فروش لكينا زريت مسيت روز الأبارة. أو Jesus Christ. أو راس بتيري ميشلافي أندري. എൻ്റെ ഉള്ളത്തിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നതിൽ വിക്ടോറിയ എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ കർത്താവ് എന്നെ കാണിക്കുക. വിക്ടോറിയയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കാം. വിക്ടോറിയയുടെ കൂടെ. ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പറയുക. വിക്ടോറിയയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ മകളെ ദൈവം തൊടാൻ നിങ്ങളിലൂടെ ആഗ്രഹിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ പിതാവെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. ആരുടെ കൂടെയാണോ വിക്ടോറിയ ജോലി ചെയ്യുന്നത്, മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യത്തിൻ്റെ അകത്താണെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് നിങ്ങളിലൂടെ ആ വ്യക്തിയെ സ്പർശിക്കാൻ വേണ്ടി പോവാം. ദൈവത്തിൻ്റെ വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാം. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ബ്രദർ, എന്തോ ഈ വിക്ടോറിയ എന്ന് പറയുന്നത് ശ്രേയയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അവരൊരുമിച്ച് ജോലി ചെയ്തതുമാണ്. കർത്താവ് തൊടാൻ വേണ്ടി പോസ്റ്റേ. വിക്ടോറിയ തൊടുന്നോ ശ്രേയനെ തൊടുന്നോ? ഈ വിക്ടോറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കാണിക്കുന്നത്. പ്രാർത്ഥിച്ചോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കർത്താവിന്റെ നാമത്തിൽ ആ വ്യക്തി മുഖാന്തരം ആ വ്യക്തിക്ക് ഒരു അനുഗ്രഹം ഉണ്ടാവും കേട്ടോ. നമുക്കറിയത്തില്ല എന്താണ് ദൈവം ഒരുക്കി പ്ലാൻ ചെയ്തൊക്കെ നമുക്കറിയത്തില്ലല്ലോ. കർത്താവിന്റെ നാമത്തിൽ ഏറ്റെടുത്തത് പ്രാർത്ഥിച്ചോണം. കർത്താവിന്റെ സാക്ഷ്യം അത് ഞാൻ കൂടെ ജോലി എന്ന് എടുത്തു പറയാൻ കാരണം അതുകൊണ്ടാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശരീരത്തിന്റെ അകത്ത് ഈ സമയത്ത് എനിക്കൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, മിറക്കിൾ മണിയെ കുറഞ്ഞൊരു പരിപാടി നമുക്കില്ല കേട്ടോ. കാര്യം ദൈവം നമുക്ക് സാധാരണ ദൈവമല്ല, ദൈവം സൂപ്പർ നാച്ചുറൽ ആണ്. ശരീരത്തിന്റെ അകത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെ ഇന്ന് രോഗം മാറും, നാളെയല്ല, ഇന്ന് അത്ഭുതമാണ്. ആ ഷുഗറും പ്രഷറും ഒക്കെ ആയിട്ടിരിക്കുന്നവർ സ്വന്തമായിട്ട് പറ, എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ ആരോഗ്യത്തോടിരിക്കും. ഒരു ഷുഗറിനോ, ഒരു ഡയബറ്റിക്കിനോ, ഒരു പ്രഷറിനോ, ഒരു ക്യാൻസറിനോ, ഒരു വേദനയ്ക്കോ, ഒരു രോഗത്തിനോ എൻ്റെ മേൽ അനുവാദമില്ല. പറയണം, നിങ്ങൾ ബൗണ്ടറി കെട്ടണം. ആ രോഗമുള്ളവരെല്ലാവരും രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെക്കാവോ? വേദനയുള്ള ഭാഗത്ത് കൈയെടുത്ത് വെക്കാവോ? എല്ലാവരും കൈയെടുത്ത് വെച്ച് 25-ാം തീയതി ഈ വരുന്ന ആഴ്ച നമുക്ക് ശനിയാഴ്ച ഈസ്റ്റ് ഹാമിൽ UK പ്രയറുണ്ട്. പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. അവിടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക. വരാൻ കഴിയുന്നവർ, UK ആരെങ്കിലും ഉണ്ടെങ്കിൽ, സാഹചര്യം ഉള്ളവർ, നിർബന്ധിക്കുന്നൊന്നുമില്ല, സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വരാൻ ശ്രമിക്കുക. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, കർത്താവ് ദൈവഹിതമുള്ളതെല്ലാം വരട്ടെ. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കാത്തത്. കാരണം നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ഹിതമുള്ളവരെ അവിടെ വരത്തുള്ളൂ. കണ്ടോ, എളുപ്പമല്ലേ പരിപാടി? അപ്പൊ ദൈവം അയക്കുന്നവരെല്ലാം, യേശു പറയും, എൻ്റെ ആടുകളോ എൻ്റെ അടുക്കൽ വരുന്നവന് വരുന്നത് എടുത്ത്. അപ്പം എൻ്റെ അടുക്കലേക്ക് ദൈവം അയക്കുന്നതെല്ലാം വരുമെന്ന് യേശു പറയുന്നത്. പിതാവ് അയക്കുന്നതെല്ലാം എൻ്റെ അടുക്കലേക്ക് വരും. അപ്പം നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചത്, കർത്താവ് ദൈവഹിതമുള്ളതെല്ലാം വരും. അപ്പം കർത്താവിനെ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവ് എനിക്ക് പോകാൻ നിയോഗമുണ്ട്. ബ്രദർ പറഞ്ഞുകൊണ്ട് വരരുത്, ബ്രദർ നിർബന്ധിച്ചുകൊണ്ട് വരരുത്.
കർത്താവിൽ ഒരു പ്രേരണ ഉണ്ടെങ്കിൽ ചാടിപ്പോകുന്നു. ഒന്നും നോക്കരുത്, യാത്ര നോക്കരുത്, ദൂരം നോക്കരുത്, പൈസ നോക്കരുത്. നിയോഗം ഉണ്ടേ വന്നോ, എന്തോ കർത്താവ് നിങ്ങളുടെ മേൽ തരാനുണ്ട്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. രോഗികളെല്ലാം ഭാരം കൈവച്ച്, രോഗികളെല്ലാം കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തോടും വേദനയോടൊന്ന് കൽപ്പിക്കാൻ റെഡിയാണോ? യേശുവേ, അങ്ങൻ്റെ വേദന വഹിച്ചു, അങ്ങൻ്റെ രോഗം വഹിച്ചു. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എൻ്റെ രോഗം മാറിയിരിക്കുന്നു. കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചതാണ്. കർത്താവ് എൻ്റെ വേദന, ആ ചെവി കേൾക്കാൻ കഴിയാത്തവരെല്ലാം ആ വിരലെടുത്ത് ചെവിയിലോട്ട് വെച്ച്, ആ കണ്ണാടി ഊരി താഴെ വെച്ച്. എന്തിനാ കണ്ണാടി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്? കണ്ണാടി കണ്ടുപിടിച്ചില്ല, നിങ്ങൾ കുഴന്മാരല്ലേ? അപ്പൊ കുരുടൻ കാണും, ചെകിടൻ കേൾക്കും, മൂപ്പർ സംസാരിക്കുന്ന വചനം പറയുമ്പോൾ കൈയെടുത്ത് ദേഹത്തോട്ട് വെച്ച് യേശുവിന്റെ നാമത്തിൽ മ്യൂട്ട് മാറ്റണ്ട, മ്യൂട്ട് ചെയ്ത് കരവെടുത്ത് വെച്ച്. ഇന്ന് ചില ഈ നോസുകളുടെ ബ്ലോക്കുകൾ ഇന്ന് സൗഖ്യമാവുക. മൂക്കിന്റെ ചില ബ്ലോക്കുകൾ ഇന്ന് വർഷങ്ങളായിട്ടുള്ളതാ. ഇന്നത് ക്ലിയർ ആകുക. ഇന്ന് അസാധാരണമായ ഹീലിംഗ് അനോയിന്റിങ് വ്യാപരിക്കുക. ആ കൈയുടെ തേയ്മാനത്തിന്റെ മേലെ നിന്ന് പുതിയ അസ്ഥി വരും, പുതിയ ഞരമ്പ് വരും. ഓ ജീസസ്, ദുഷ്ടന്റെ ആശ തകരുവാണ്, ദുഷ്ടന്റെ പദ്ധതികൾ തകരുവാണ് ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആ മനപ്രയാസങ്ങൾ എന്താണോ, മനസ്സിന്റെ അകത്തെ ഭാരങ്ങൾ, ടെൻഷൻ, ഡിപ്രഷൻ, ഇതെല്ലാം യേശു വഹിച്ചതാ. പറഞ്ഞ എൻ്റെ വേദന യേശു വഹിച്ചതാ. ഞാൻ ചുമക്കത്തില്ലെന്ന് പറ. ഞാൻ ചുമക്കത്തില്ല, യേശു ചുമന്നതാ. ഞാൻ ചുമക്കത്തില്ല, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചുമന്നതാ. ഞാൻ ചുമക്കത്തില്ല, എൻ്റെ കർത്താവ് എൻ്റെ രോഗം ചുമന്നതാ. ഞാൻ ചുമക്കത്തില്ല. എൻ്റെ കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പിശാച്, നീ കെട്ടിയ രോഗത്തെ യേശുവിൻ്റെ നാമത്തിൽ അഴിക്കുന്നു ഇപ്പോൾ തന്നെ. ശരീരത്തിൻ്റെ മേൽ വേദനയുള്ളവരെ കൈയെടുത്തു വെച്ച് യേശുവിൻ്റെ നാമത്തിൽ. ഓ പരിശുദ്ധാത്മാവെ, തീ, ആത്മാവിന്റെ തീ ഇപ്പൊ കത്തുക. അഭിഷേകത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുക. ആ രോഗനുഖങ്ങൾ രണ്ടായി ഒടിഞ്ഞു മാറുക. നിങ്ങളുടെ മേൽ വാഴുവാൻ അധികാരമില്ല യേശുവിന്റെ നാമത്തിൽ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ബൈ ഹിസ് സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കൈക്കകത്തൂടെ ശക്തി വ്യാപരിക്കുക. കൈക്കകത്തൂടെ ശക്തി വ്യാപരിക്കുക. അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കുക. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ്, മുട്ടിന്റെ മേൽ, നട്ടലിന്റെ മേൽ, ആന്തരിക അവയവങ്ങളുടെ മേൽ നിങ്ങളുടെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ആ കരത്തിലൂടെ ദൈവശക്തി വ്യാപരിക്കുന്നല്ലോ. അപ്പൊ പേഴ്സും ATM ഒക്കെ എടുത്ത് വേഗത്തിൽ വെച്ച്, ഓ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കർത്താവെ, കടഭാരത്തെ ഞങ്ങൾ ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പം നന്മ കൊണ്ട് നിറയും. വചനം പറഞ്ഞ് വാരി വിതറി കൊടുക്കും, വായ്പ മേടിക്കത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകട്ടെ, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ, വലിയ ശേഷിപ്പ് ഉണ്ടാകട്ടെ. ഓ ആ ശരീരത്തിന്റെ മേൽ തീ കത്തട്ടെ, ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ തീ കത്തട്ടെ. The power of the Holy Spirit is moving in the name of Jesus. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആ കൃപാവരങ്ങളെ യൂസ് ചെയ്യുന്നപ്പ, ദ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗിനെ യൂസ് ചെയ്യുന്നപ്പ, മുഴകൾ ചുങ്ങിപ്പോവുക, നീരുകൾ വറ്റിപ്പോവുക, നടക്കാൻ കഴിയാത്തവർ നടക്കുക, വിരലുകൾ ഈ ചലിക്കാൻ കഴിയാത്ത സ്റ്റിഫായി നിൽക്കുന്ന വിരലുകൾ ഇന്ന് നോർമലാകുക. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒന്ന് ചെക്ക് ചെയ്തേ, പെട്ടെന്ന് ചെക്ക് ചെയ്തേ, വേഗത്തിൽ ചെക്ക് ചെയ്തേ. ശരീരത്തിൻ്റെ അകത്ത് ചാടുകയോ തുള്ളുകയോ എണീറ്റ് നടക്കുകയോ ഒക്കെ നോക്കിക്കേ. എനിക്കൊരു പൂർണ്ണ സൗഖ്യം എനിക്ക് ഉണ്ടായെന്ന് പറയുന്നവർ, അതുകൂടാതെ സാക്ഷ്യമുള്ളവർ, ആലോചന ഇടപെട്ടവർ വേഗത്തിൽ മ്യൂട്ട് മാറ്റി ഉള്ളവർ പറഞ്ഞാട്ടെ. വേഗത്തിൽ മ്യൂട്ട് മാറ്റി പറഞ്ഞാട്ടെ. ക്ഷമനഹടതിരിക്കും സുഖാരിയാന്തരി. സാക്ഷ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ. താങ്ക് യു ബ്രദർ. 16-ാം തീയതി ബ്രദർ ഒരു നീല ഡ്രസ്സ് ഇട്ടിട്ട്, പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് 2 ആഴ്ച മുമ്പിലായിട്ട്, അന്ന് 16 പറഞ്ഞ ദിവസത്തിന് 2 ആഴ്ച മുമ്പായിട്ട് നീല ഡ്രസ്സ് ഇട്ടിട്ട് ഡേറ്റ് പറഞ്ഞത് 23 മാർച്ചാണ്.
23 മാർച്ചിന് എന്നാന്ന് വെച്ചാല് സ്കൂളില് വേൾഡ് 383 അപ്പൊ ഡേറ്റ് അവര് അതിന് ഒപ്പിച്ചിട്ട് 23/3 എന്നാക്കി. ശരിക്കും 24 ഡേറ്റ് ഓഫ് ബർത്ത്. പക്ഷെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇപ്പൊ 23/3/83 ആയിട്ടില്ല. അപ്പൊ അവള് ആ നീല ഡ്രസ്സ് ഇട്ടിട്ട് മനോവിഷമായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ചോദിച്ചപ്പോ മോള് ബാംഗ്ലൂരാണ്. അപ്പൊ മോള് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു, അടുത്തായിട്ട് വാങ്ങിയ ഡ്രസ്സാണ്, ഡ്രസ്സ് ഇട്ടിട്ട് നല്ല മനോവിഷമം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ബ്രദർ പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ആരാന്ന് ആരും ഏറ്റെടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ 16-ാം തീയതി ബ്രദർ ആലോചന പറഞ്ഞത് ഒരു കാര്യം. പിന്നെ നാളെ എന്റെ പിറന്നാളാണ് ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ. കർത്താവ് അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. ആലോചന ഏറ്റെടുത്തല്ലോ. കർത്താവ് ദീർഘായുസോടെ ദിവ്യ ആരോഗ്യത്തോടെ ഇരുത്തുവാൻ കൃപ തരും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ പറഞ്ഞു ഹലോ ഹലോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. എനിക്ക് രാവിലെ മുതൽ പുറത്ത് ഭയങ്കര വേദനയായിരുന്നു. അത് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോ പറഞ്ഞ അത് വിടുതൽ കിട്ടി. ഇപ്പൊ ഒട്ടും വേദനയില്ല. എന്റെ പേര് സാമി. ഇല്ല, ഭയങ്കര കുറച്ച് ദിവസമായിട്ട് നടുവിന് വേദന. അത് മാറിയിരുന്നു. രാവിലെ മുതൽ പുറത്ത് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ അത് മാറി കിട്ടി. അതുപോലെ തന്നെ വളരെ വർഷങ്ങളായിട്ട് എന്റെ കാലിന് നീര് വരുമായിരുന്നു. 2 കാലിന് നീര് വരുമായിരുന്നു. ഒരു മാസം മുമ്പാണ് അതെനിക്കത് അവിടെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആ കാലിന് പൂർണ്ണ വിടുതൽ കിട്ടി. പക്ഷെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. എത്ര നാളാ നീരുണ്ടായിരുന്ന? നീര് വരുമായിരുന്നു എത്ര നാളായിട്ട്? 2 വർഷങ്ങളുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന. ഇത് വലിയൊരു അത്ഭുതമാണ് പ്രിയ സഹോദരൻ പറഞ്ഞത്. 2 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാലിന് നീര് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഹീലിംഗ് രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ഇപ്പൊ ഒട്ടുമില്ല നീര്, അല്ലെ? പൂർണ്ണമായും മാറി. ഓ എന്റെ യേശുവെ, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക്. ദുഷ്ടൻ വെച്ച പദ്ധതികളെ കർത്താവ് എടുത്ത് മാറ്റി കർത്താവിന്റെ വചനം പറഞ്ഞ പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാനാണ് യേശു വന്നിരിക്കുന്നത്. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പെട്ടെന്ന് പറഞ്ഞാട്ടെ. ആ പറഞ്ഞു. 7th May എന്ന് പറയുന്ന ഒരു ഡേറ്റ് പറഞ്ഞിരുന്നു. എന്റെ ബർത്ത്ഡേ ആണ്. 7th May. ഇന്നലെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഡേറ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു. നമ്മുടെ സൺഡേ മീറ്റിംഗിലാണോ? അതെ അതെ. സൺഡേ മീറ്റിംഗിൽ നമ്മുടെ ഇന്നലത്തെ ദൈവ നിയോഗത്താല് തീയതി, അതായത് പരിശുദ്ധാത്മാവ് അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു ടൈമായിരുന്നു ഇന്നലെ. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പൊ വരും ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. അപ്പൊ ബാക്കി അവരത് എന്താ പറഞ്ഞത്, പൗലോസ്ലീഹ പറഞ്ഞതുപോലെ അവരത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അവരെ ക്രിസ്തുവിൽ, നിങ്ങളെല്ലാം ഒരു ടീമാകട്ടെ, നമ്മളെല്ലാവരും ഒരു ക്രിസ്തുവിൽ ഒരു ടീമാണ്. അപ്പൊ നമുക്കും എല്ലാ ദിവസവും നിങ്ങളെല്ലാവരെയും ട്രെയിൻ ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, കർത്താവ് പറഞ്ഞൊരു വാക്കുകൊണ്ട് നിങ്ങളൊരു സൈന്യമാക്കി മാറ്റുക. അപ്പൊ ഈ ദിവസങ്ങളിൽ കൃപാവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ദൈവിക ട്രെയിനിങ് ആയിരുന്നു അത്. അപ്പൊ ആദ്യ സ്റ്റെപ്പ് അതുകൊണ്ട് കുഴപ്പമില്ല. വരും ദിവസങ്ങളിൽ അത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പിന്നെയും കണക്ട് ചെയ്യും കേട്ടോ. അപ്പൊ കൂടുതൽ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്ക് സൺഡേ മീറ്റിംഗ് കൂടുന്നവർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് താല്പര്യമുള്ളത്, അങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് വരും ദിവസങ്ങളിൽ നമ്മൾ എക്സ്ട്രാ ഒരു കൃപാവര ശുശ്രൂഷയുടെ കർത്താവിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വെക്കുന്നുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ നിങ്ങൾക്കും അത് ഉപയോഗിക്കാൻ അവസരമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു പറഞ്ഞു ബ്രദർ. പ്രൈസ് ലോർഡ്. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. അതായത് എന്റെ വാഷിംഗ് മെഷീൻ ഏതാണ്ട് കുറച്ച് നാളായിട്ട് കേടായിട്ടിരിക്കുമായിരുന്നു. ഇവിടുത്തെ റെനോവേഷന്റെ ഒക്കെ ഭാഗമായിട്ട് മാറ്റി വെച്ചതുകൊണ്ട് 2 പേരെ വിളിച്ച് നമ്മൾ നോക്കിയൊക്കെ ചെയ്തു. എന്നിട്ട് അത് ഒന്നുകിൽ അത് പ്രഷർ കൂട്ടണം, അല്ലെങ്കിൽ താഴെ കൊണ്ടുവെക്കണം. താഴെ കൊണ്ടുവെക്കുന്നത് സേഫ് അല്ല. അങ്ങനെ ഞാൻ ഇന്നലെ ഒരു പരീക്ഷണം പോലെ എൻ്റെ തുണികളൊക്കെ വാഷ് ചെയ്യാൻ പോയപ്പോൾ അതിനകത്ത് വെള്ളം നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഞാൻ എന്തും വരട്ടെന്നും പറഞ്ഞ് തുണിയൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ വാഷിംഗ് മെഷീനെ ഹീലാക്കി തരണം കർത്താവിൻ്റെ തിരുമുറിവിനാൽ തന്നെ എന്ന് പറഞ്ഞ് ഞാൻ 1 മണിക്കൂറോളം അവിടെ നിന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അങ്ങനെ ഇട്ടിട്ടിങ്ങ് പോരുന്നു. അത് കുറച്ചൊന്ന് കഴിഞ്ഞ് നോക്കിയപ്പം നോർമലി ആകുന്ന കണക്ക് തന്നെ തുണി വാഷ് ചെയ്ത് വെള്ളമൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നു.
അത് അങ്ങനെ പറഞ്ഞാൽ ദൈവം ഞാൻ എപ്പോഴും പറയണം, നമ്മുടെ മനുഷ്യന് മാത്രമല്ല, മൃഗത്തിന് മാത്രമല്ല, മിഷ്യന് മാത്രമല്ല, ലോകത്തിൽ എന്തും യേശുവിന്റെ നാമത്തിൽ നേരെയാവും. സൗകര്യം പറഞ്ഞ പോലെ കേടായിപ്പോയ മിഷ്യൻ, നമ്മൾ ഒത്തിരി സാക്ഷ്യം കേട്ടിട്ടുള്ളതാണ്. കേടായിപ്പോയതിനെയൊക്കെ കൈവച്ച് പറഞ്ഞോണം. കാര്യം നിങ്ങളുടെ അകത്ത് അധികാരമുണ്ട്, നിങ്ങളുടെ നാവിന്മേൽ യേശുവിന്റെ നാമത്തിലുണ്ട്. കർത്താവിന്റെ നാമത്തിൽ ഈ അത്ഭുതങ്ങൾ നടക്കും. അതാ നടന്നത്. കേടായതും പിന്നെ ഒരു അത്ഭുതം കാര്യം നടക്കും. പറഞ്ഞു ഒരു കാര്യം കൂടെ ഉണ്ട്. അന്നാളൊരു ദിവസം ഒരു റാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ചെവി കേൾക്കാൻ പറ്റാത്ത സംസാരിക്കാൻ പറ്റാത്തവരാണ് ഹസ്ബൻഡ് വൈഫ്. അപ്പം ഞാൻ അവർക്ക് ബൈബിള് കൊടുക്കാനായിട്ട് എൻ്റെ റൂമിൽ വിളിച്ചിട്ട് ബൈബിള് കൊടുക്കുന്ന കാര്യവും എല്ലാം ഞാൻ പറഞ്ഞ കാര്യമെല്ലാം സാക്ഷിയായിട്ട് പറഞ്ഞവരോട് അംഗീത്തിൽ കൂടെ. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലൊരു പുതിയ നിയമം ഉണ്ടായിരുന്നു, അത് മലയാളമായിരുന്നു. അപ്പൊ ഞാൻ അതെടുത്ത് കൊടുത്തപ്പോൾ ഈ കുട്ടിക്ക് അത് ചെറിയ അക്ഷരമായതുകൊണ്ട് കാണുന്നതിന് പ്രയാസമാണെന്ന് പറഞ്ഞിട്ട് അപ്പം എൻ്റെ കയ്യിലൊരു പോക്കറ്റ് ബൈബിള് സാംസും സദൃശവാക്യം ഒക്കെയുള്ള ഒരു പുതിയ നിയമം ഉണ്ടായിരുന്നു. അത് ഞാൻ കൊടുത്തിട്ട് അപ്പം അവർക്ക് മോന് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം, കൊച്ചു പയ്യനാണ്. അപ്പം അവൻ്റെ കൊടുത്തിട്ട് ഇതെല്ലാം പറയണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇന്ന് അവൾ എൻ്റെ റൂമിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കൈവച്ചു പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും വരണം, ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, അപ്പം ദൈവം പതുക്കെ പതുക്കെ തുറന്നു തരുമെന്ന് പറഞ്ഞ് നാവിലെ കെട്ടുവഴിയും ചെവി കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ഒരു വാതിലാണ്. ആ കർത്താവിന്റെ നാമത്തിൽ സുവിശേഷം കൊടുക്കുക, അവരെ എണീപ്പിക്കുക, സൗഖ്യമാക്കുക. ആ നിയോഗമാണ്. കർത്താവ് സഹായിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. ഇന്ന് ഞാന് ഉപവാസ പ്രാർത്ഥന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന സഭയില് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് വണ്ടിക്കൂലിയും കയ്യിലധികം ഒന്നും ഇല്ല. അന്നേരം മോനോട് പറഞ്ഞ് കൊണ്ടുവിടാനെന്ന്. അന്നേരം മോൻ്റെ 20 രൂപ വാങ്ങിച്ചത്. ഞാൻ ദൈവമേ, എനിക്കാണെങ്കിൽ വണ്ടിക്കൂലിയും കയ്യിലില്ല, ഒന്നുമില്ല. സ്വന്തമായിട്ടൊരു പൈസ ഇല്ല, ഒന്നുമില്ല. തന്നെയല്ല സഭയിൽ എന്ത് ഇടണമെങ്കിൽ എന്തെങ്കിലും ഒരു 500 രൂപയിൽ കുറച്ച് നമുക്ക് കവറിനകത്ത് ഇടണ്ടായോ? അന്നേരം 500 രൂപ എന്ന ദൈവത്തിനോട് പറഞ്ഞ് ആകെ 200 രൂപ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ ഈ വണ്ടിക്കൂലിക്ക് പോരാ, വണ്ടിക്കൂലി കയ്യിലിരുന്ന് തിരിച്ചു വന്നപ്പോൾ എനിക്ക് വാഹനം വേറൊരാൾ ഒരുക്കി വീട്ടിൽ കൊണ്ട് വിട്ടു. തന്നെയല്ല വാഹനത്തെ തിരിച്ചു വന്നപ്പോൾ പച്ചക്കറി കടയിൽ ആള് കയറി, എൻ്റെ ഒരു കൂട്ടുകാരി കയറി കഴിഞ്ഞപ്പം എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു 200-ഉം ഒരു 100-ഉം കൂടെ എൻ്റെ ഫ്രണ്ടിൽ ഒരു 200-100-ഉം കൂടെ കിട്ടി. അന്നേരം എൻ്റെ കയ്യിലിരിക്കുന്ന 200-ഉം കൂടെ 500 രൂപ ഈ സഭയിലിടാൻ. തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹത്തെ മാനിക്കുന്ന നമ്മുടെ ആഗ്രഹത്തെ മാനിക്കുന്ന കർത്താവാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ പറഞ്ഞ കർത്താവ് എനിക്ക് മിറക്കിൾ മണ്ണിക്ക് നല്ലൊരു വരുമാനം വേണം. നമ്മൾ ദൈവത്തോട് ചോദിക്കാതെ നമുക്ക് ധനവും മാനവും പുരാതന സമ്പത്തും നമ്മുടെ അവകാശമാണ്. ഇരുട്ടിലെ നിക്ഷേപങ്ങൾ നമ്മൾ വായ്പ മേടിക്കേണ്ടവരല്ല. ആവർത്തന പുസ്തകം പറഞ്ഞ് നമ്മൾ വാരി വിതറി കൊടുക്കുന്നവരാ. കണ്ടോ, ഇതെല്ലാം പറഞ്ഞോണം. ഇതെല്ലാം പറയുമ്പോൾ വഴികൾ, വാതിലുകൾ നമ്മുടെ മുമ്പിൽ കർത്താവിനാൽ കാണാൻ പറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. എന്തോ പറഞ്ഞു, പെട്ടെന്ന് എന്തോ എന്തോ ബുധനാഴ്ച രാവിലെ പോവുകയാണ് ബ്രദർ, ദുബായിക്ക് വരികയാണ്. 11:30 ഫ്ലൈറ്റ്. അപ്പൊ വലിയ സാക്ഷിയാണ് ബ്രദർ പ്രവചിച്ച് ഇവിടം വരെ എത്തി. എന്താ ബുധനാഴ്ച പോവുകയാണ് ബ്രദർ. ഇത് സിസ്റ്ററുടെ വലിയൊരു സാക്ഷ്യമാണ്. ദൈവാത്മാവിന്റെ ഒരു ആലോചന ഉണ്ടായിരുന്നു അല്ലെ? മോന്റെ പേര് എന്തെങ്ങനെ വെളിപ്പെട്ടത് സിസ്റ്ററെ? മോന്റെ പേരാണോ എന്താ വെളിപ്പെട്ടത്? ബ്രദർ ഒരു പ്രാവശ്യം എന്റെ മോന്റെ പേര് പറഞ്ഞിട്ടുള്ളൂ. എന്താന്ന് വെച്ചാൽ പേര് ഞാൻ ഇപ്പൊ പറഞ്ഞ പേര് സാറ്റോ എന്ന് പറഞ്ഞത് ബ്രദറിന് ഒരു പ്രാവശ്യം കിട്ടിയില്ലായിരുന്നു. എന്നിട്ട് ആരും ഏറ്റെടുത്തില്ല, ഞാനത് ഏറ്റെടുത്ത് അന്ന് തുടങ്ങി. 2 വർഷക്കാലമായി ഞാൻ ഇതിന്റെ പ്രവചനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എന്റെ ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞു, സെബാസ്റ്റ്യന്. ഒരു ആൺതലമുറ ഇങ്ങനെ പിന്നെ അപ്പനും മോനും കൂടി ഒരു ചേർച്ചയില്ലാത്ത പോലെ ഇരിക്കും, അത് വെട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുപോലെ അമ്മാവന് ഇങ്ങനെ യാത്ര കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും നമുക്കൊരു ഇതും ഉണ്ടായില്ല, പോരാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞാണ് നമുക്ക് ഒരാളിങ്ങനെ പറഞ്ഞു കൊണ്ടുപോകാം. ഇത് വലിയൊരു പ്രവചന നിവർത്തിയാണ് സഹോദരി പറയുന്നത്. സഹോദരി പറഞ്ഞതുപോലെ മോന്റെ പേര് സാന്റോ എന്നാണ്. അപ്പൊ നേരത്തെ ആ സാന്റോ വെളിപ്പെട്ടുണ്ടായിരുന്നു അവന്റെ പേര്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് വീണ്ടും ഇടപെട്ടു. സെബാസ്റ്റിന്റെ മോനെ കർത്താവ് തൊടാൻ വേണ്ടി ഇവര് തമ്മിലുള്ള കലഹങ്ങളെ നീക്കി അവന് വേണ്ടി രാജ്യങ്ങളുടെ വഴി തുറക്കാം, ഒരു യാത്ര ദൈവം ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. ഇപ്പൊ സിസ്റ്റർ പറയുകയാണ് ആ സമയത്ത് ഒരു പ്ലാനും ഇല്ലായിരുന്നു, ഒരു സാധ്യതയില്ലായിരുന്നു. ഇന്ന് സാക്ഷ്യം പറയുവാണ്. ഇന്ന് അവൻ ദുബായിക്ക് പോകും, ഇന്ന് രാത്രി അല്ലേ?
അല്ല ഒന്നല്ല, ബുധനാഴ്ച രാവിലെ ബ്രദറെ. ബുധനാഴ്ച രാവിലെ പോവാണ്. ഈ ആലോചന കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ചാൻസ് അവിടെ ഇല്ലായിരുന്നു അല്ലേ? ഇല്ല ബ്രദറെ. കണ്ടോ? അപ്പൊ ആമേൻ പറഞ്ഞ് നമ്മൾ ഈ ഏറ്റെടുക്കുന്ന നിസാര കാര്യമാണല്ല. അപ്പൊ ചിന്തിക്കും, പരിശുദ്ധാത്മാവ് ഗൾഫിൽ വിടുന്ന ആളാണ്. തീർച്ചയായും. കാര്യം കൽദേറ പട്ടണമായ ഊരിൽ നിന്നും അബ്രഹാമിനെ തമ്പുരാൻ വിളിച്ചത് പറഞ്ഞു, ഞാൻ അയക്കാൻ പോകുന്ന പട്ടണത്തിലോട്ട് പോവുക. കണ്ടോ? അപ്പൊ ദൈവം രാജ്യങ്ങളിലോട്ട് അയക്കുന്നയാളാ ദൈവം ദൈവത്താൽ അവിടെ ബ്രദർ ഒരു ചോദ്യം ഇങ്ങനെ ഇപ്പൊ ചോദിച്ച ചോദ്യം ഇതിനു മുമ്പ് എനിക്ക് ഒരു പ്രാവശ്യം പ്രവചനത്തില് ബ്രദർ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വിശ്വാസമൊന്നും ഇല്ലാത്ത ആള്. അപ്പൊ ഞാൻ മോനോട് ഇങ്ങനെ പറഞ്ഞു, ബ്രദർ ഇങ്ങനെ പ്രവചിച്ചെന്ന്. അപ്പൊ അമ്മ ബ്രദറിനോട് ചോദിക്കും, ഞാൻ പോകുമോ? അപ്പേക്ക് ആള് നല്ല തരികിടയായിട്ട് നടക്കുന്ന സമയമാണ് ബ്രദറെ. അങ്ങനെ ഒരു ചോദ്യമൊക്കെ ചോദിച്ചായിരുന്നു. അതേ ചോദ്യം ഇപ്പൊ ബ്രദർ ചോദിച്ചു. ആമേൻ. കണ്ടോ? അപ്പൊ കർത്താവിന് എല്ലാം പദ്ധതിയുണ്ട്. ദൈവം എല്ലാം അറിയുന്നു. അതുകൊണ്ടാണ് വചനം പറഞ്ഞേക്കുന്നത് പോലെ തന്റെ പ്രവചനത്തെ തുച്ഛീകരിക്കരുത്, മുറുക്ക പിടിക്കണം. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ. കർത്താവ് തുറന്ന വഴിക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ്. പറഞ്ഞു. ഹലോ ബ്രദർ. എന്തോ പെട്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഒരു ആലോചന പറഞ്ഞായിരുന്നു. ഹലോ, പറഞ്ഞു. അത് ഇന്നലെ പറഞ്ഞായിരുന്നു. ഏപ്രിൽ മാസവുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ ബിന്ദു എന്ന് പറയുന്ന ഏപ്രിൽ മാസത്ത് എന്റെ ഹസ്ബൻഡാണ് ജനിച്ചത്. എന്റെ പേര് ബിന്ദു എന്നാണ്. ഓ സ്വതന്ത്രം. കർത്താവ് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, സൺഡേ നമ്മുടെ മീറ്റിംഗ് ഇനി മുതൽ നമ്മുടെ, അതായത് നമ്മളൊരു ട്രയൽ അല്ലത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ആ കൃപാവരങ്ങളെ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ ശുശ്രൂഷയായിരുന്നു. നമ്മുടെ പ്രയർ സ്റ്റേഷനുകളെല്ലാം ഇനി കൃപാവരങ്ങളെ പുറത്തെടുക്കുന്ന ശുശ്രൂഷകളാക്കി കർത്താവ് മാറ്റാൻ വേണ്ടി പോയിട്ട്. അപ്പം ഇനി നമ്മൾ പ്രയർ സ്റ്റേഷൻ നടക്കാൻ പോകുന്ന പത്തനംതിട്ടയിലെ മീറ്റിംഗും ഒക്കെ ആണെങ്കിലും എല്ലാ പ്രയർ സ്റ്റേഷൻ മീറ്റിങ്ങുകളും ഇനി കൃപാവരങ്ങളെ നിങ്ങളിൽ പുറത്തെടുക്കുന്ന ക്ലാസ് അല്ല, പ്രാക്ടിക്കൽ തലത്തിലേക്ക് അത് കൊണ്ടുവരുന്നതാണ്. അപ്പം ഇന്നലെ ലിനി സിസ്റ്ററിലൂടെ വെളിപ്പെട്ട പ്രവചനത്തിന്റെ കണ്ടിന്യൂറ്റി ആയിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തത്. സിസ്റ്റർക്ക് അത്രയും വെളിപ്പെട്ടതായിരുന്നു. പക്ഷെ ദൈവം എന്റെ ഉള്ളത്തിൽ പറഞ്ഞു, ആ വ്യക്തി ബിന്ദുവാന്ന് പറഞ്ഞു. സിസ്റ്ററാണ് ആ ദൂതിന്റെ ആളല്ലേ, ആലോചനയുടെ ആള്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവിന്റെ വലിയ ബ്രദറെ, എനിക്ക് പിന്നെ ഞാൻ ഒരു വർഷമായിട്ട് ബ്രദറിന്റെ പ്രയറെ ചേർന്നിട്ട് അപ്പൊ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാം. അന്നേരം യേശുവിന്റെ എനിക്കിങ്ങനെ ഇച്ചിരി ശകലം വെയിറ്റും ഒക്കെ ഓവർ വെയിറ്റ് ഉള്ള, അപ്പൊ പ്രഷറും കൊളസ്ട്രോളും തൈറോയിഡും പല ഡയബറ്റിക്സും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ അതിന്റെ 7.2 ആയിരുന്നു എന്റെ HbA1c കഴിഞ്ഞ ഈ നേരത്തെ. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ അത് 6. അപ്പൊ ഞാൻ ഇന്നും പ്രാർത്ഥന യേശുവിന്റെ അടുത്ത് ഒരാൾ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇനി ഒരു മരുന്നും എനിക്ക് ആവശ്യമില്ല, പൂർണ്ണ സൗഖ്യേശു തന്നിരിക്കുന്നു പറഞ്ഞ പോലെ തന്നെ യേശുവിന്റെ ജീവൻ എന്നിലുണ്ട്. രോഗശക്തിക്ക് രോഗത്തിന്റെ ദുരാത്മാവിനും ഞങ്ങളുടെ മേൽ അവകാശമില്ല. അത് പറഞ്ഞപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ചെന്ന് നോക്കിയപ്പോൾ 6.8 ആയി. വെയിറ്റ് ഒരു 4 കിലോ കുറഞ്ഞു. പ്രഷറൊക്കെ ഒരുവിധം നോർമലായി വരുന്നു. പിന്നെ അടുത്ത ചെക്കപ്പ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് മരുന്ന് എനിക്ക് വേണ്ട, ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ ഇന്ന് കർത്താവിനെ ശ്രദ്ധിക്കും. ഇന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ വായി കൊണ്ട് പറയും, ഇനി ചെല്ലുമ്പോൾ ടെസ്റ്റ് കൽപ്പിച്ചോണ്ട് പോക്കോണം. ഇന്ന് സൗകര്യം പറഞ്ഞ വലിയ റിസൾട്ടാണ്. ഇത് കൽപ്പിച്ചോണ്ട് പോകണം. എല്ലാ ദിവസവും പറയണം, ഞാൻ മരുന്ന് കഴിക്കാതെ. ഞാൻ മെഡിക്കൽ സയൻസിന് എതിരല്ല, മെഡിക്കലിന് ഞാൻ ഒരിക്കലും എതിരല്ല. പക്ഷെ നമുക്ക് സൗജന്യമായി സൗഖ്യവും ആരോഗ്യവും കർത്താവ് കുറിച്ച് തന്നു. അത് നിങ്ങളുടെ ശരീരത്തെ ഫിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഡെയിലി പറയണം, കർത്താവേ എന്റെ ശരീരം ഡിവൈൻ, എന്റെ ശരീരം എല്ലാ ദിവസവും കർത്താവേ ഞാൻ ദിവ്യ ആരോഗ്യത്തിൽ നടക്കും. എന്റെ യൗവനം കഴുകനെ പോലെ ഞാൻ പുതുക്കം പ്രാപിക്കും. നിങ്ങള് എല്ലാ ദിവസവും ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സൺഡേ പ്രാർത്ഥനയുടെ തലേ ദിവസം എനിക്ക് ശാരീരികമായിട്ട് ഭയങ്കര അസ്വസ്ഥ. നിങ്ങൾ എനിക്ക് അന്യഭാഷ പ്രാർത്ഥന കേട്ടവർക്ക് അറിയാൻ പറ്റും. എനിക്ക് ഒച്ച കിട്ടാതെ വന്നു, എനിക്ക് സൗണ്ട് ഇല്ലാതെ, എൻ്റെ തൊണ്ടയെല്ലാം ഭയങ്കര പ്ലോഡമായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തു, ദൈവമേ നാളെ ഞാൻ വചനം പറയുന്നില്ല, ആരെങ്കിലും സംസാരിക്കാൻ പറയാം എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് ഞാൻ ഓർത്ത്, കർത്താവ് ഈ രോഗത്തിന്റെ പേരിൽ ഞാൻ വചനം പറയാതിരിക്കുന്നത് ശരിയല്ല. കാര്യം അത് ദൈവത്തിന്റെ പദ്ധതി അല്ലല്ലോ. ഞാനപ്പോൾ എൻ്റെ ശരീരത്തോട് കൽപ്പിക്കാൻ തുടങ്ങി, കർത്താവ് യേശു എൻ്റെ രോഗത്തെ വഹിച്ചത്, കർത്താവിന്റെ അടിപ്പിളരുകളാൽ യേശുവിന്റെ സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ ശരീരം ആരോഗ്യമാണ്. പെട്ടെന്ന് തന്നെ ഒരു റിലീഫ് എനിക്ക് ഉണ്ടായി. ഇന്നലത്തെ ആ ശുശ്രൂഷ വളരെ മനോഹരമായിട്ട് തന്നെ അത് കൃപാവരങ്ങളുടെ ഒരു പകർച്ചയും ഒരു പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് അവർക്ക് കൃപാവരം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു പ്രാക്ടിക്കൽ സെക്ഷനും കൂടെ എടുക്കുവാൻ കർത്താവ് സഹായിച്ചു. അപ്പൊ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുതേ.
ശരീരത്തോട് പറയണം, എന്റെ ബ്ലഡിനോട് പറയണം, പുതിയ ബ്ലഡ് വരും, പുതിയ ബ്ലഡ് വരും, പറയണം, പുതിയ യേശുവിന്റെ രക്തം വരും, പുതിയ രക്തം, പുതിയ അസ്ഥി, പുതിയ ഞരമ്പ്, പുതിയത് പറയണം. ആ ഞൊണ്ടുള്ള കാലം നോക്കിയിട്ട് പ്രവചിക്കണം, പുതിയ അസ്ഥി വരും, കൈവച്ച് പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? എന്തോ പറഞ്ഞു, ഒരു സാക്ഷ്യമുണ്ട് ചാടി പറഞ്ഞു. എന്റെ വീട്ടിൽ ഇന്നലെ ഒരു അനർത്ഥം ഒഴിഞ്ഞു മാറി. ദൈവം ഇന്നലെ എന്റെ മോനും കുഞ്ഞും കൂടി ഇന്നലെ വണ്ടിയിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന വഴിക്ക് ഒരു തേക്കിന്റെ കമ്പ് 2 കമ്പ് ഒടിഞ്ഞ് വണ്ടിയുടെ മണ്ടയ്ക്ക് വീണു. വണ്ടിക്ക് ദൈവത്തിന്റെ കൃപ ഒന്നും പറ്റില്ല, മോനൊന്നും പറ്റാതെ ദൈവം സൂക്ഷിച്ചു. കൃപയ്ക്കായ ദൈവത്തിന് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അനർത്ഥം വിട്ടുമാറിയല്ലോ. ആമേൻ. നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളൊക്കെ നമുക്കറിയാം. വ്യക്തിപരമായി ഞാൻ അഭിപ്രായം ഒന്നിനും പറയുന്നില്ല, എങ്കിലും നമ്മൾ ഭദ്രത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. രാജ്യത്തിൽ സമാധാനം ഉണ്ടാകുവാൻ, കലഹങ്ങളെല്ലാം മാറി സമാധാന അന്തരീക്ഷം ഉണ്ടാകുവാൻ ദൈവമക്കളുടെ സഭ പ്രാർത്ഥിച്ചാൽ സഭയുടെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന കർത്താവ് കേൾക്കും, യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യും. ശക്തമായി നിങ്ങൾ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന്റെ നാമത്തിൽ എല്ലാ കാര്യങ്ങളും സമാധാനത്തിലേക്ക് പോകുവാൻ പ്രാർത്ഥിക്കണം. ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ അത് മുറുകെ പിടിക്കണം. നമ്മൾ എന്തിക്കും, നമ്മളിരിക്കുന്ന ഭാഗത്തൊന്നും പ്രശ്നമില്ലല്ലോ, അങ്ങനെ പറയരുത്. നമ്മൾ ആയിരിക്കുന്ന രാജ്യത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ചതാണ്. നിങ്ങൾ ഉറപ്പായും നിങ്ങൾ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? പെട്ടെന്ന് എന്തോ ഇന്ന് പറഞ്ഞ ആലോചന അലക്സ് എന്ന് പറയുന്ന എന്റെ പപ്പയുടെ ചേട്ടന്റെ മോനാണ്. ജനുവരി 27 വെഡിങ് ഡേറ്റ് ആണ്. അവര് അയർലൻഡിലാണ്. കുഞ്ഞിനെ അങ്ങോട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരാനൊക്കെ നോക്കിയിട്ട് പറ്റുന്നില്ല, ഒത്തിരി സ്ട്രഗിളിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നതാണ്. പക്ഷെ അങ്ങനെ വിശ്വാസമൊന്നുമില്ല. ഞാൻ ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തിട്ടും താല്പര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൂടാറില്ല. എന്നാലും അവന് വേണ്ടി ഞാനത് ഏറ്റെടുത്തു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം വിശ്വസ്തൻ. നമ്മുടെ ഇട്ട വിത്തുകളൊന്നും പാഴായി പോകത്തില്ല, അത് മുളച്ചു വരും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. പെട്ടെന്ന് പറഞ്ഞ സാക്ഷിയുള്ളവര് പറഞ്ഞു. ഹലോ, ഈ അലക്സ് എന്ന് പറഞ്ഞ അന്നേരം എന്റെ ആ കണക്ഷൻ പോയി. എന്റെ മോനായിരുന്നു. വേറെ ഒരു മോന്റെ ബർത്ത്ഡേ ജാനുവരിയിലാണ്. സിസ്റ്ററെ, ഞാൻ ജനുവരിയില് അലക്സുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് ജനുവരി. അപ്പൊ അതാ സഹോദരി പറഞ്ഞത് ഹസ്ബൻഡും വൈഫും ആന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് കേട്ടോ. അലക്സ് അല്ല ജനുവരി ജനിച്ചിരിക്കുന്നത്, അലക്സിന്റെ കൂടെ നിൽക്കുന്ന ആളാ കേട്ടോ. അലക്സിന്റെ ബ്രദറാണ് ജനുവരിയിൽ ജനിച്ചത്. കൂടെ നിൽക്കുന്ന ആള്. ഞാൻ അതുകൊണ്ടാണ് വൈഫാന്ന് പറഞ്ഞപ്പോ അത് പിടിച്ചത് കേട്ടോ. ഞാൻ അത് ഏറ്റെടുക്കുക. എന്തോ പറഞ്ഞു. ഞാൻ ദൈവനാമ മഹത്വപ്പെടുമാറാട്ടെ. ഇന്ന് എനിക്ക് ജോലിയില്ലായിരുന്നു. ഞാനപ്പം ഇന്നൊരു ആശുപത്രിയിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. മെഡിക്കൽ കോളേജിലായിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, അവർ പാമ്പാടി ആശുപത്രിയിലോട്ട് നമുക്ക് മാറ്റം വന്നു. അവിടെ പോയി പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ കഴിഞ്ഞിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരനാണ്, അയർക്കുന്നംകാരനാണ്. പുള്ളി ജോസ് PM എന്നാണ് പേര്. പാമ്പാടി ആണോ വീട്ടുപേരെന്ന് അറിയത്തില്ല. ജോസ് PM എന്നാണ്. ഇന്ന് പോയ പ്രാർത്ഥനയാണ്. പുള്ളി ബിസിനസ്സാണ്, ഈ ടൂൾസൊക്കെ വാടകയ്ക്ക് കൊടുത്ത് പുള്ളി മൊത്തത്തിൽ പൊട്ടി. പുള്ളി ഞാനവിടെ ചെന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ 1 മാസത്തിനുള്ളിൽ മരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മരിക്കുന്നില്ല, ജീവനോട് ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകുന്നു. ഇനി പുള്ളിയുടെ പേര് വീട്ടുപേരെന്നാന്ന് എനിക്കറിയില്ല. ജോസ് PM എന്നാണ്. അതിന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. 1 മാസം വരെ പുള്ളി തീർച്ചയായിട്ടും അതെ, പുള്ളിക്കായിട്ട് പ്രാർത്ഥിച്ചോണം. ജീവനോട് ഇരുന്ന് യഹോവയുടെ നമ്മളവിടെ പോയി വിത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടുവാൻ ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഞാനിപ്പോ തൽക്കാലം നമ്മുടെ സാക്ഷ്യങ്ങൾ ക്ലോസ് ചെയ്യുവാണ്. സമയം നമുക്ക് ഒത്തിരി മുന്നോട്ട് പോയി. വൻ കൃപകളാൽ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടുകളെ ചെക്ക് ചെയ്യണം. മിറക്കിൾ മണികൾ അവിടെ വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും കൽപ്പിക്കണം. ഒത്തിരി സാക്ഷ്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മിറക്കിൾ മണി, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ. പല ആളുകളും സ്ട്രഗിൾ ചെയ്യുവാണ്. ദൈവത്തെ അറിയുന്നവന് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. 2, നിങ്ങൾ സുവിശേഷം അറിയിക്കണം. ഇപ്പൊ പ്രസാദ് പറഞ്ഞതുപോലെ അനേക ഭവനങ്ങളിൽ പോകണം. അവർ മരിക്കാൻ നിൽക്കുന്ന ഭവനങ്ങളിൽ നിങ്ങൾ പോയി പുറപ്പെടണം. ശക്തിയോടെ ദൈവം നിങ്ങളെ ആക്കി വെച്ചു. അവിടെ പോയി നമ്മൾ കഥ പറയാൻ വേണ്ടിയല്ല, അവരെ വിടുവിക്കുവാൻ ദൈവം ആക്കി വെച്ചിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ. വൈകിട്ട് നമുക്ക് അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്. ഇന്ത്യൻ സമയം 3 മണി, UK ടൈം 10:30. അപ്പം നിങ്ങൾ അതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ, അവൈലബിൾ ആയിട്ടുള്ളവർ എല്ലാ ദിവസവും ഉണ്ട്, അതിൽ പങ്കുചേരുക. എല്ലാ ദിവസവും 8 മണിക്ക് അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്. ഇന്ത്യൻ സമയം 8 മണിക്ക്.
താല്പര്യമുള്ളവർ പങ്കുചേരുക. വ്യാഴവും വെള്ളിയും നമുക്ക് ലൈവിൽ ഫാസ്റ്റിംഗ് പ്രെയർ ആണ്. പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ പങ്കുചേരുക. ഈസ്റ്റ് ഹാമിലെ പ്രെയറിനെ ഓർത്ത് നമ്മുടെ മെയിൻ പ്രാർത്ഥന അതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ചേർത്താണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ വിതച്ച മക്കളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിതകൾ വളരെ അനുഗ്രഹമാണ്. നമ്മുടെ പ്രെയർ സ്റ്റേഷൻ പിന്നെയും നാട്ടിലെ കാലാവസ്ഥയൊക്കെ അനുകൂലമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നമ്മൾ പ്രെയർ സ്റ്റേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. ദേശങ്ങൾക്കകത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. പട്ടണങ്ങളുടെ മേൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് അടുത്ത മാസം നമുക്ക് പത്തനംതിട്ടയിൽ, നിങ്ങളുടെ സഹോദരങ്ങളെ പത്തനംതിട്ടയുള്ളവരെ നമുക്ക് എല്ലാം നിങ്ങൾ റെഡിയാണെന്ന് എനിക്കറിയാം, ഹോളും കാര്യങ്ങളും. അപ്പോൾ പത്തനംതിട്ടയിലുള്ളവർ പ്രെയർ, ഞാൻ നേരിട്ട് വരത്തില്ല, കേട്ടോണേ, ബ്രദർ നേരിട്ടല്ല വരുന്നത്, വെർച്വൽ നമ്മൾ പ്രെയർ സ്റ്റേഷനാണ്. ട്രിവാൻഡ്രത്തും ഒക്കെ ചെയ്തതുപോലെ സ്ക്രീൻ വെച്ചിട്ട് ഞാൻ ലൈവിൽ ജോയിൻ ചെയ്യുവാണ്. ഹോളിൽ തന്നെ, നിങ്ങൾ ഹോളിൽ സ്ക്രീൻ വെക്കും, അറിയാമല്ലോ, അങ്ങനെ ജോയിൻ ചെയ്യുവാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, സെയിം, വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നേരിട്ടാണ് പലരും ചിന്തിച്ചുകൊണ്ടിരിക്കണം, നേരിട്ട് വരുന്നില്ല. നേരിട്ടല്ല, വെർച്വലിലാണ് ഞാൻ വരുന്നത്. പക്ഷേ ദൈവാത്മാവ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യും, തൻ്റെ ആലോചന വെളിപ്പെടുത്തും, തൻ്റെ അത്ഭുതങ്ങളെ ചെയ്യും, തൻ്റെ വചനത്തെ ഉറപ്പും. ഒരാളെ കൂട്ടിക്കൊണ്ട് വരണം, നിങ്ങൾ രോഗികളെ കൂട്ടിക്കൊണ്ട് വരണം. വണ്ടിക്കൂലി കൊടുത്താലും കുഴപ്പമില്ല, ഓട്ടോ പിടിച്ചാലും കുഴപ്പമില്ല, കാറ് പിടിച്ചാലും കുഴപ്പമില്ല, രോഗികളെ കൂട്ടിക്കൊണ്ട് വരണം. യേശു അവിടെ അത്ഭുതം ചെയ്യും. കർത്താവ് അവിടെ രോഗിയെ വിടുവിക്കും, ഭൂതങ്ങളെ അഴിക്കും. അതുകൊണ്ട് നിങ്ങൾ രോഗികളെ കൂട്ടിക്കൊണ്ട് വരണം, തകർന്നവരെ കൂട്ടിക്കൊണ്ട് വരണം. എല്ലാം ഒരേപോലെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അവിടെ വെർച്വലിൽ സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം വർഷിപ്പും എല്ലാം സാധാരണ പോലെയാണ്. പത്തനംതിട്ടയിൽ നമുക്ക് ഒരുമിച്ച് കാണാം, പ്രാർത്ഥിക്കുക. അതിന് മുമ്പായിട്ട് 25-ാം തീയതി UK നേരിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നേരിട്ട് കാണാം. UK ഉള്ളവരെ ഗോഡ് ബ്ലസ് യു. നമുക്ക് നാളെ ഒരുമിച്ച് വീണ്ടും, ഇന്ന് വൈകിട്ട് ഒരുമിച്ച് പിന്നെ അന്യഭാഷയിൽ കാണാം. ഗോഡ് ബ്ലസ് യു. വിതച്ചവരെ അനുഗ്രഹിക്കുന്നു, വാരി വിതറുവാൻ നന്മയുണ്ടാവും. മിറക്കിൾ മണി റിലീസ് ചെയ്യുന്നു, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ റിലീസ് ചെയ്യുന്നു. നന്മ കൊയ്യും, നന്മ കൊയ്യും, നന്മ കൊയ്യും.